എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ്. എല്ലാ കുട്ടികളും വേഗം വീഡിയോ ഓൺ ചെയ്ത് പ്രോപ്പർ ആയിട്ട് വന്നിരിക്കുക. പിന്നെ ഈ വീഡിയോ ഓൺ ആക്കാൻ കുറച്ച് കുട്ടികളുണ്ട് സാറേ. ആഗ്നയല്ലേ, ആഗ്ന വീഡിയോ ഓൺ ചെയ്യാ. സിയ, നിത്യൊക്കെ വേഗം വീഡിയോ ഓൺ ചെയ്യാട്ടോ. കുറെ പേരൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം നാളെയാണ് സാറേ. നാളെ മോർണിംഗ് അല്ലേ മക്കളെ എക്സാം? ആണെന്ന് കൈവശി കാണിച്ചേ. പഠിച്ചു കഴിഞ്ഞാൽ യെസ്, എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യമാണ് സാറേ. എല്ലാം പഠിച്ചു റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 6 മുതൽ 12 വരെയുള്ള ചാപ്റ്റേഴ്സ്, മൊത്തം 7 ചാപ്റ്ററിന്റെ റിവിഷൻ ഇന്നലെ ഈവനിങ്ങും ഇന്ന് മോർണിംഗും ആയിട്ട് കഴിഞ്ഞതാണ്. എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും മോർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിനി ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിന്റെ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ചാപ്റ്റേഴ്സ് ഒക്കെ അറിയാം. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് കൂടി നോക്കാം. ചാപ്റ്റേഴ്സ് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വരുന്നുണ്ട്. പ്രൈവറ്റ്, പബ്ലിക്, ഗ്ലോബൽ എന്റർപ്രൈസസ് വരുന്നുണ്ട്. അതുപോലെ ബിസിനസ് സർവീസസ്, എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി പോർഷൻസ് നമ്മൾ ഇന്നലെ കഴിഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയാലോ. ഈ 5 ചാപ്റ്ററിൽ മക്കളെ ആദ്യം തന്നെ പറയാണ്, ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ 5 ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും 4ാമത്തെ ചാപ്റ്ററിൽ നിന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ ആ 2 ചാപ്റ്റേഴ്സ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി പോകാം. ആ 2 ചാപ്റ്ററിൽ നിന്നും എസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ആ പോർഷൻസ് നന്നായിട്ട് നോക്കി പോകണം. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ 2ാമത്തെ ചാപ്റ്ററും പഠിക്കുക, അതിനുശേഷം 4ാമത്തെ ചാപ്റ്ററും പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ള ചെറിയ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് പോകുന്നത് ആറ് മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കും. ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകും നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റിയെ കുറിച്ചാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറി. ഏതൊക്കെയാണ് സാറേ? എക്കണോമിക്കും നോൺ എക്കണോമിക്. അപ്പൊ എക്കണോമിക് എന്ന് പറയുമ്പോൾ ഏണിംഗ് മണി, പൈസ എന്റെ മക്കളെ പ്രോഫിറ്റ് അല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റി എന്തായിരിക്കും? അത് എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും അല്ലെ. ഇപ്പൊ ഞങ്ങളോട് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുന്നു, മാനേജർ വർക്ക് ചെയ്യുന്നു, ഗവൺമെന്റ് എംപ്ലോയി വർക്ക് ചെയ്യുന്നു. അപ്പൊ ഏണിംഗ് മണി ആണെങ്കിൽ എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും മക്കളെ. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്നും പ്രത്യേകിച്ച് അത് ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചു വെച്ചേക്കാം. എന്തായാലും എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വരുന്നത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. നോൺ എക്കണോമിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, പൈസ ഉണ്ടാക്കാനേ അല്ല, സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ സ്നേഹം കൊണ്ട് അല്ലെ, നമ്മളൊരു സിമ്പതി കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ആണ് എന്ത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറയാ? നമ്മളുടെ അമ്മ നമുക്ക് ഫുഡ് തരുന്നു അല്ലെ, അത് നമ്മൾ കളിക്കാൻ പോകുന്നു, ഡാൻസ്, അതൊക്കെ നമുക്ക് ഗുണമായിരിക്കും. അത് നോൺ എക്കണോമിക്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ് മക്കളെ. ക്ലിയർ ആണല്ലോ? പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എക്കണോമിക്, പൈസ ഉണ്ടാക്കുന്നില്ലാത്ത ആക്ടിവിറ്റി എന്താണ്? അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഉറപ്പായിട്ടും ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ചു പഠിക്കാം. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 3 ടൈപ്പ് എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടല്ലേ? ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എല്ലാം എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മളതിൽ എന്താണ് ബിസിനസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ ബിസിനസ്? ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡക്ഷൻ ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്നാമതായിട്ട് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? പ്രൊഡക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും. നമ്മളവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ഒന്നിലെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. അടുത്ത എന്തായിരുന്നു? സെയിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മെയിൻ ആയിട്ട് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് അല്ലെ. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് കസ്റ്റമറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇതൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. ഇതൊക്കെ ചിലപ്പോൾ ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കണം മക്കളെ. അതായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് റെഗുലാരിറ്റി വേണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇന്ന് ചെയ്ത നാളെയും മറ്റന്നാളും ഒക്കെ ബിസിനസ് വേണം. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുള്ളൂ? ബിസിനസ് എന്ന് പറയുള്ളൂ. സോ ബിസിനസ് ആകുമ്പോൾ
ഡീലിംഗ് ഗുഡ്സ് ഓൺ റെഗുലർ ബേസിസിലായിരിക്കണം. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ എല്ലാവർക്കും അറിയാം ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവും എല്ലാ എന്താണ് ഫീച്ചറൊക്കെ എന്താണ്, ഏണിംഗ് പ്രോഫിറ്റ് ആണ്. സോ ബിസിനസ്സിൽ എന്താ വേണ്ടത്, ഏണിംഗ് പ്രോഫിറ്റ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അടുത്തെന്താണ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സാറേ? നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റൂല ഇന്ന് പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ നാളെ കിട്ടും, നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ബിസിനസ് ഫ്യൂച്ചറിലേക്കാണ് അല്ലെ, ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ റിട്ടേൺ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആയിരിക്കും, അവിടെ ഒരു സെർട്ടേണിറ്റി ഇല്ല. അപ്പൊ ബിസിനസ്സിൽ ഉറപ്പൊന്നുമില്ല. അപ്പൊ എന്താണ് ബിസിനസ്സിൽ റിസ്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. നമുക്ക് നോക്കാം മക്കളെ. ഇപ്പൊ ഇത്രയും ഇതാണ് കാറ്റഗറീസ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏകദേശം ഒരു 5 പോയിന്റ് എങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ ശ്രദ്ധിക്കുക, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഗുഡ്സ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക, കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ചിലപ്പോൾ വൺ വേള ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ കാരക്ടറിസ്റ്റിക്സ് അറിയാതെ കൈവശിക്കാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ പോർഷനിലെ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി പഠിച്ചു വെക്കുക. 5 മാർക്കിനോ 4 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ആക്ടിവിറ്റി ഉണ്ട്. എക്കണോമിക് ആക്ടിവിറ്റി ആണ് 3 ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്. മക്കളെ ക്ലിയർ ആയിട്ട് ഇതിന്റെ എന്താണ് കമ്പാരിസൺ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷൻ ഏതെങ്കിലും തന്നിട്ട് ഏതൊക്കെയാണ് എക്കണോമിക് ആണോ ബിസിനസ് ആണെന്നൊക്കെ ചോദിക്കും. അത് കൃത്യമായിട്ട് അതിന്റെ ആ ഫീച്ചർ ഒക്കെ പഠിച്ചാൽ അതൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ബിസിനസിന്റെ? അതൊരു ബിസിനസ്സുകാരന്റെ മാത്രം ഡിസിഷൻ അല്ല, അയാൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. അതിന് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇനി പ്രൊഫഷൻ ആണെങ്കിലോ ഒരു മെമ്പർഷിപ്പ്, നമ്മൾ പ്രൊഫഷണൽ ബോഡി ഫോർ എക്സാമ്പിൾ ഇപ്പൊ സി ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് വേണം. അതുപോലെ എന്താണ് നമ്മൾ ഡോക്ടർ ആണെങ്കിലോ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നമുക്ക് മെമ്പർഷിപ്പ് വേണം. അതുപോലെ ലോയർ ആണെങ്കിലോ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് വേണം. ഇതേപോലെ ബോഡിയുമായിട്ടൊരു മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എംപ്ലോയ്മെന്റ് ആണെങ്കിലോ ഞാനിപ്പോ നമ്മുടെ ഹെഡ് സാറിന്റെ കീഴിൽ പണിയെടുക്കുകയാണെന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, കരാറുണ്ടാവൂലേ? അപ്പൊ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാറിന് തിരിച്ചിട്ടാലോ നമുക്ക് അറിയുമ്പോൾ ഉറപ്പുണ്ടാ അല്ലേ? യെസ്. അപ്പൊ ഞാൻ പറയണ്ടേ, അപ്പൊ അതേപോലെ സർവീസ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രൊഫഷൻ എംപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ബേസിക് മോട്ടീവ് മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാറിയൊന്നും പോകരുത്. ക്ലിയർ ആണല്ലോ? ബേസിക് മോട്ടീവ് ബിസിനസിന്റെ ലക്ഷ്യം 10 ലക്ഷ്യമുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷെ പ്രൊഫഷൻ അങ്ങനെയല്ല. ഒരു ഡോക്ടർ അല്ലെ അല്ലെങ്കിൽ ലോയറൊക്കെ എന്താണ് അവരുടെ മൈൻഡ് എന്താണ് മക്കളെ, സർവീസ് കൊടുക്കാനുള്ളതാണ്, പ്രോഫിറ്റ് ആകാൻ പാടില്ല. സർവീസ് ആയിട്ട് സർവീസ് ആണ്. നെക്സ്റ്റ് ഇനി എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ മോട്ടീവ്, നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം അല്ലെ, നമുക്ക് ജീവിക്കണം, പൈസ വേണം അല്ലെ. അപ്പൊ എങ്കിൽ ഉണ്ടാക്കാനാണ് നമ്മൾ എന്താ ചെയ്യുക, എംപ്ലോയ്മെന്റിലേക്ക് വരുന്നത്. ഇനി റിസ്ക് പറയുകയാണെങ്കിൽ ബിസിനസ് റിസ്ക് എങ്ങനെയാണ് സാറേ? ചോദിക്കേണ്ട ആവശ്യമില്ല, റിസ്ക് ബിസിനസ്സിൽ ഓൾവേസ് ഉണ്ട്. ഇനി പ്രൊഫഷൻ പറയുകയാണെങ്കിലോ പ്രൊഫഷണൽ കാരണം എന്താണ്, ഒരു ഡോക്ടർ ആകുമ്പോ നമുക്ക് എല്ലാ കഴിവുണ്ട് അല്ലെ, നമ്മൾ ഓൾറെഡി എല്ലാ കാര്യം പഠിച്ചു വന്നേക്കാണ്, എന്നാൽ കുറച്ച് റിസ്ക് ഉണ്ട് അല്ലെ. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഇനി എംപ്ലോയ്മെന്റിലാണെങ്കിലോ അതായത് ഇപ്പൊ ഞാൻ എന്റെ കീഴിൽ ഹരിദാസ് സാറിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ പണിയെടുത്താലും ഇല്ലെങ്കിലും എന്താണ് പുള്ളിക്കാരൻ ഞാൻ സാലറി കൊടുക്കും അല്ലെ, എനിക്കല്ലേ മൊത്തം നഷ്ടം വരാം. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ എംപ്ലോയ്മെന്റിൽ വരുമ്പോ എംപ്ലോയിക്ക് ഒരു നഷ്ടവും ഇല്ല അല്ലെ, അവർക്ക് റിസ്ക് ഒന്നും കുറവാണ്. ഓക്കെ അല്ല, അപ്പൊ അവർക്ക് റിസ്ക് ഇല്ല. ഇനി ക്യാപിറ്റൽ പറയുമ്പോൾ ബിസിനസ് ആണെങ്കിൽ എങ്ങനെയാ വേണ്ടത്, ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ബിസിനസ് ആണെങ്കിൽ നല്ല എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണം. പ്രൊഫഷൻ ആണെങ്കിലോ അധികം ക്യാപിറ്റൽ വേണ്ട, നമ്മൾ ക്ലിനിക്ക് ഇടുകയാണെങ്കിൽ ആ ക്ലിനിക്കിനുള്ള പൈസ മാത്രം മതി അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓഫീസിൽ ഇടണമെങ്കിൽ ആ ഒരു ഓഫീസിന്റെ പൈസ മാത്രം മതി. അപ്പൊ കുറച്ച് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അവിടെ ആവശ്യമുള്ളൂ. ഇനി എംപ്ലോയ്മെന്റ് ആണെങ്കിലോ നമ്മൾ പൈസ ആവശ്യമുണ്ടോ, അവിടെ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി ക്യാപിറ്റൽ എന്ന് അടുത്താണ് റിവാർഡ്. റിവാർഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റിവാർഡും മോട്ടീവ് നിന്നും പലപ്പോഴും മാറിപ്പോകാറുണ്ട്, മാറിപ്പോകരുത്. മോട്ടീവ് അല്ല റിവാർഡ്. ഓക്കെ, ബിസിനസിന്റെ റിവാർഡും മോട്ടീവും സെയിം ആണ്, പ്രോഫിറ്റ് ആണ്. പക്ഷേ പ്രൊഫഷന്റെ റിവാർഡ് എന്താ, പ്രൊഫഷന്റെ റിവാർഡ് എന്ന് പറയുന്നത് ഫീസ് ആയിരിക്കും, ഫീസ് കൊടുത്തു വക്കീലിന് ഫീസ് കൊടുത്തൊക്കെ പറയും. ഓക്കെ, ഇനി എംപ്ലോയ്മെന്റ് ആണെങ്കിലോ എംപ്ലോയ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടാ, ഒന്നില്ലെങ്കിൽ സാലറി കിട്ടും അല്ലെങ്കിൽ വേജ് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ആ ഡിഫറൻസ് ഏകദേശം ഒരു 5 ഡിഫറൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ 5 എണ്ണം നന്നായിട്ട് പഠിച്ചു വെക്കുക. 6 എണ്ണം പഠിച്ചാലും 7 എണ്ണം പഠിച്ചാലും ഒരു പ്രശ്നമില്ല. ക്ലിയർ ആണല്ലോ? എന്തായാലും മാറിപ്പോകാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് ഡിഫറൻസ് എഴുതാൻ ശ്രമിക്കാം. അതുപോലെ നിങ്ങൾ ഈ സാധനം മാത്രം എഴുതിയിട്ട് കാര്യമില്ല, ബേസിസും കൂടി എഴുതിയാലും അവർക്ക് തിരിയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ബേസിസും കൂടി കൃത്യമായിട്ട് എഴുതി വെക്കണം. സെറ്റ് ആണല്ലോ മക്കളെ? 2 വാരം 2 ആൻസറിലേക്ക് വരരുത്. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ഏണിംഗ് എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ഏണിംഗ് എന്ന് പറയുന്നത് ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആവാനുള്ള കാരണങ്ങൾ
എന്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് വേണം എന്ന് പറയുന്നു. ഓക്കെ, ബിസിനസ്സിൽ പ്രോഫിറ്റ് എന്നുള്ളത് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ അതിനെ സാധൂകരിക്കണമെങ്കിൽ അത് വേണം എന്ന് പറയുന്നത് കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ് സാറേ? എന്തായിരിക്കും ഒരു ബിസിനസ്സുകാരന് ആകെ കിട്ടാനുള്ള വരുമാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ആണ്. അപ്പൊ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. ലൈവ്ലിഹുഡ് ആണ് എന്ത് ഈ പറഞ്ഞ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് നെക്സ്റ്റ്? എനിക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ എനിക്ക് എന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ എനിക്ക് എന്താ വേണ്ടത്? അവിടെയും എനിക്ക് പ്രോഫിറ്റ് വേണ്ടേ? ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ പറയാ, അതിന്റെ ഇൻഡെക്സ് ആണല്ലേ ബിസിനസിന്റെ സക്സസിന്റെ ഏറ്റവും അച്ചുതണ്ട് എന്നൊക്കെ പറയാവുന്ന ഒരു കണക്കാണ് സാധനമാണ്. അതെ, പ്രോഫിറ്റ്. ഇപ്പൊ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്റെ ബിസിനസ് വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ എന്ത് പറയും? ആ ബിസിനസ് പൊട്ടി പാളീസായി എന്ന് പറയും. ഷോൺ സാർ ഇരിക്കുന്ന പോലെ. അപ്പൊ അതേപോലെ എന്താണ് ഷോൺ സാർ റിസ്കിന്റെ ഏറ്റവും വലിയ റിട്ടേൺ എന്ന് പറയുന്നതാണ് എന്ത് പറയുന്ന പ്രോഫിറ്റ്. ബിസിനസ്സുകാരെല്ലാം റിസ്ക് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി. റിസ്കിനുള്ള റിവാർഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത എന്താണ്? എക്കണോമിക് പവർ. ബിസിനസ് മാൻ, ഇപ്പൊ നമ്മൾ മുകേഷ് അംബാനി അല്ലെ, നമുക്ക് എന്താണ് ഓൾറെഡി നമ്മൾ ഈ പറയുന്ന യൂസഫ് നമുക്ക് എന്താണ് ഒരു സ്റ്റാറ്റസ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, എങ്ങനെ ഫീൽ ചെയ്യാൻ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഇതേപോലെ ഒരു ബിസിനസ് മാനെ അടുത്ത് കുറച്ചുള്ള പൈസ ഉണ്ട്, അപ്പൊ നമുക്ക് എന്ത് വേണം? അവിടെ പ്രോഫിറ്റ് വേണം. അപ്പൊ ബിസിനസ് മാന്റെ സ്റ്റാറ്റസും എക്കണോമിക് പവറും കാണിക്കുന്നത് അയാളുടെ എന്തിലാണ്? പ്രോഫിറ്റിലാണ്. അപ്പൊ നമുക്ക് മക്കളെ എന്താണ് നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് വേണം എന്ന് പറയുന്ന പോയിന്റ്സ് ആണിത്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതുമായി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ആൻസറിലേക്ക് വരാം. തെറ്റാണോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഇനി എന്തായാലും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. മക്കളെ ഇത് എന്തായാലും എല്ലാ പോയിന്റ്സും ഹെഡിങ് പഠിക്കാം. ചിലപ്പോ എന്താണ് ഓഡ് വൺ ഔട്ട് ചോദിക്കും ഇതേ ക്വസ്റ്റ്യന്റെ ബേസിസിൽ. അപ്പൊ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് നമുക്ക് എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ആണ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. നമ്മുടെ പ്രൊഡക്റ്റിന് എന്ത് വേണം? നമ്മുടെ പ്രൊഡക്റ്റിന് സ്റ്റെബിലിറ്റി വേണം അല്ലെ. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് കസ്റ്റമേഴ്സിന്റെ ഇടയിലും കോമ്പറ്റീറ്റേഴ്സിന്റെ എന്താ വേണ്ടത്? നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് വേണം. ക്ലിയർ ആണല്ലോ. അടുത്തെന്താണ് സാർ? നെക്സ്റ്റ് ഇന്നോവേഷൻ. പുതിയ പുതിയ ഐഡിയാസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് പഴയ സാധനങ്ങളിലൊക്കെ ഒരു ഇച്ചിരി പുതുമയൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാത്തിനും ഒരു പുതുക്കി എല്ലാവർക്കും ഒരു എന്താ പറയാ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിക്ക് അവരുടെ നീഡ്സ്. ഇപ്പൊ നമ്മൾ ഫോൺ തന്നെ ഇന്നിറങ്ങുന്ന ഫോണിൽ നാളുള്ളതല്ലേ, വേറെ വേറെ ഫീച്ചർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായ ഫീച്ചേഴ്സും അതിന്റെ ടെക്നോളജിക്ക് ആഡ് ചെയ്ത പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ട് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാം. അടുത്താണ് എന്ത്? പ്രൊഡക്ടിവിറ്റി. ഒരുപാട് ഉണ്ടാക്കിയിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ഒരുപാട് സെയിൽ ചെയ്യാം അല്ലെ. ഇതേപോലെ പ്രൊഡക്ടിവിറ്റി കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സാറേ? പ്രോഫിറ്റ് കിട്ടും അല്ലെ. നെക്സ്റ്റ് അടുത്തതാണ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്. ബിസിനസ് ആകുമ്പോൾ അവർക്ക് എന്ത് വേണം? ഫിസിക്കൽ ആയിട്ട് അസറ്റുകൾ അല്ലെ, പ്ലാന്റ്, മെഷീനറി ഇതൊക്കെ വേണം. ഫിനാൻഷ്യൽ ആയിട്ട് പൈസ വേണം. ഇതില്ലെങ്കിൽ ബിസിനസ് മാൻ ആകോ? ഇല്ല. അപ്പൊ ഫിസിക്കലായിട്ടും ഫിനാൻഷ്യൽ ആയിട്ടും റിസോഴ്സസ് ബിസിനസ് മാന് വേണം. അടുത്തെന്തായിരുന്നു? നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ്, ഏർണിങ്സ് പ്രോഫിറ്റ് ഇല്ലാണ്ട് നമുക്ക് ബിസിനസ് നിലനിൽക്കാൻ പറ്റില്ല. അടുത്തതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നമ്മൾ ഓൾറെഡി 6th ചാപ്റ്ററിൽ പഠിക്കുന്ന ആ ഡെഫിനിഷൻ തന്നെ ഇത് എഴുതി വെച്ചാൽ സൊസൈറ്റിയുടെ വാല്യൂ അനുസരിച്ച് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുക. അതാണ് എന്ത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ 5 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. ഹെഡിങ്സ് അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ വേണം. ചിലപ്പോ ഓഡ് വൺ ഔട്ട് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പോകുന്നത് വലിയൊരു ടോപ്പിക്കിലേക്കാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. മക്കളെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ബിസിനസ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു two activities. എന്തൊക്കെയാണ്? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഓക്കെ, ഇൻഡസ്ട്രി ശ്രദ്ധിക്കാൻ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വൺവേഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ബിസിനസ് ഈസ് ഡിവൈഡഡ് ഇൻടു ഇൻഡസ്ട്രി ആയിട്ടും കൊമേഴ്സ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഇൻഡസ്ട്രി സാറേ? ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? എന്തെങ്കിലും റോ മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതാണ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി ഒരുപാട് ഇൻഡസ്ട്രികൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് മെയിൻ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി ഇൻഡസ്ട്രി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. മക്കളെ ഈ ടെറിഷറി നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെച്ചോ. ഇത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? പ്രൈമറിയുടെ പ്രൊഡക്റ്റ് നാച്ചുറൽ റിസോഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മളൊരു എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്? അത് പ്രൈമറിയിൽ വരുന്ന ഇൻഡസ്ട്രി ആണ്. പ്രൈമറി എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ട്രാക്റ്റീവ് ഉണ്ട്, ജനറ്റിക് ഉണ്ട്. ഓക്കെ, എക്സ്ട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേച്ചറിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാം. ഫോർ എക്സാമ്പിൾ കൽക്കരി എടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഫിഷ് ചെയ്യുക, ഹണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മള് മൈനിങ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എക്സ്ട്രാക്റ്റീവ് ആണ്. അപ്പൊ നമ്മള്
നാച്ചുറൽ സോഴ്സ് ആയ എയർ, വാട്ടർ, സോയിൽ ഇതൊക്കെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണ്. അതിന്റെ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിക്കാം. എക്സാമ്പിൾ നമുക്ക് അറിയില്ലേ, അറിയാം കാണിച്ചേ സാർ, ഇപ്പൊ പിക്ചർ കാണിച്ചും എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഫാം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഫിഷിംഗ് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഫിഷിംഗ് ആണ് എക്സ്ട്രാക്റ്റീവ്, ഫിഷ് ഹാച്ചറി അല്ല. അതുപോലെ എന്താണ് മൈനിങ് ചെയ്യുക, പിന്നെ എന്താണ് ഹണ്ടിങ് ചെയ്യുക, ഇതൊക്കെ എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഞാൻ ഡയഗ്രത്തിലേക്ക് വീണ്ടും പോകാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്, എക്സ്ട്രാക്റ്റീവ് കഴിഞ്ഞാൽ ജനറ്റിക് ഇൻഡസ്ട്രി ആണ്. ജനറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് സാറേ, കോഴി ഫാമോ പശുവിന്റെ ഫാമോ ഒക്കെ നടത്തി സാർ നടത്തിയ പോലെ കുറച്ച് കോഴിയൊക്കെ കെട്ടിട്ട് വളർത്താം അല്ലെ സാറേ. നെക്സ്റ്റ് ഓക്കെ, 2 പശുവിനൊക്കെ മേടിച്ച് വളർത്താം. അപ്പൊ ഇതേപോലെ എന്താണ് ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മേടിച്ച് വളർത്തും അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മൾ എന്താണ് ജന്തുക്കളുടെയും മൃഗങ്ങളുടെ ഒക്കെ പരിപാലനവും റീപ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം, അതിനെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതൊക്കെയാണ് പോൾട്രി ഫാംസ് വരുന്നുണ്ട്, കാറ്റി ബ്രീഡിംഗ് ഫാംസ് വരുന്നുണ്ട്, അതുപോലെ നഴ്സറീസ്, ഫിസിക്കൾച്ചർ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ സാറേ. അതുപോലെ എന്താണ് സെറികൾച്ചർ ഒക്കെ നമുക്ക് പറയാം. പിന്നെ എന്താണ് ഇത് ഫിഷ് ഹാച്ചറി വരുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങള് വളർത്തണ പരിപാടിയാണെങ്കിൽ എന്താണ് ഇത് ജനറ്റിക് ഇൻഡസ്ട്രി ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ നോക്കാം. ഇനി അടുത്തതാണ്, അപ്പൊ നമ്മൾ പ്രൈമറിയുടെ എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും ഓൾറെഡി കഴിഞ്ഞു. എക്സാമ്പിൾ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ഉറപ്പായിട്ടും 1 വേർഡോ അല്ലെങ്കിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ ഒക്കെ എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അടുത്തതാണ് സാറേ, ഡയഗ്രത്തിലേക്ക് വീണ്ടും നോക്കാം. സെക്കൻഡറി ഇൻഡസ്ട്രി ആണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ 2 ഇൻഡസ്ട്രി ഉണ്ട്, മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും. ആദ്യമേ ഞാൻ കൺസ്ട്രക്ഷന്റെ കാര്യം പറയാം. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു വീട് ബിൽഡിംഗ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണ്. ശ്രദ്ധിക്കുക, ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്റ്റ് ഇമ്മൂവബിൾ ആണ്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അത്രയും ടെക്നോളജി വളർത്തുന്നു സാറേ. അപ്പൊ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്റ്റ് നമുക്ക് എന്താണ്, അത് ഇമ്മൂവബിൾ ആണ്. പറയാൻ കാരണം ചിലപ്പോൾ 1 വേർഡ് ചോദിച്ചേക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇമ്മൂവബിൾ ആയ പ്രൊഡക്റ്റ് സൃഷ്ടിക്കുന്നത് ആരാണ്? സെക്കൻഡറിയിലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണ്. ഇതിലാണ് കൈവിശി കാണിച്ചത്. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഇനി സെക്കൻഡറിയിലെ അടുത്തതാണ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് പ്രൈമറിയുടെ പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, അത് സെക്കൻഡറി ഇൻഡസ്ട്രി ആണ് അല്ലെ. അപ്പൊ സെക്കൻഡറിയിലെ മാനുഫാക്ചറിംഗ് ആണ്. സെക്കൻഡറിയിലെ മാനുഫാക്ചറിംഗിൽ മെയിൻ ആയിട്ട് 4 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാ വരുന്നത്? അനലിറ്റിക്കൽ വരുന്നുണ്ട്, സിന്തറ്റിക്കൽ വരുന്നുണ്ട്, പ്രോസസിംഗ് വരുന്നുണ്ട്, ദെൻ അസംബ്ലിംഗ് വരുന്നുണ്ട്. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ക്രൂഡ് ഓയിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും സാറേ? പെട്രോളിയം ഉണ്ടാക്കും, LPG ഉണ്ടാക്കും, ഡീസൽ ഉണ്ടാക്കും, ചെറോസിൽ ഉണ്ടാക്കും. അപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഗ്രീസ് ഉണ്ടാക്കും. അപ്പൊ ഇതേപോലെ നമ്മൾ എന്താണ് ഓയിൽ റിഫൈനറി. അപ്പൊ ഇതേപോലെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പല പല പ്രൊഡക്റ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ക്ലിയർ ആണ്? കൈവിശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഇനി സിന്തറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിമന്റ് കിട്ടണം, കുറെ ഇൻഗ്രീഡിയൻസ് വേണം. പെയിന്റ് കിട്ടണം, കുറെ ഇൻഗ്രീഡിയൻസ് വേണം. നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് അല്ലെ, കുറെ ഇൻഗ്രീഡിയൻസ്. സിന്തറ്റിക്കൽ. അപ്പൊ 2 or 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് സൃഷ്ടിക്കുകയാണെങ്കിൽ എന്താണത്? അത് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ആണ്. എക്സാമ്പിൾ ഏതാ പറയേണ്ടത്? സിമന്റ് ഇൻഡസ്ട്രി കൊടുത്ത് പഠിച്ചേക്കാം. പെയിന്റ്സ് ഒക്കെ പറയാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? അടുത്തത് പ്രോസസിംഗ് ഇൻഡസ്ട്രി ആണ്. അവിടെ എന്തുണ്ടാകും? ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഷുഗർ ഇൻഡസ്ട്രി അല്ലെ, നമ്മൾ ഷുഗർ കെയിൻ കട്ട് ചെയ്യുന്നു, കുറെ പ്രോസസ് ഉണ്ട്, ജ്യൂസ് എടുക്കുന്നു അല്ലെ, അത് കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഐവിക്ക് പോയിട്ട് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അവിടെ കുറച്ചൊക്കെ പൊരിക്കാനൊക്കെ പോയി. അതന്നെ, അപ്പൊ എല്ലാവരും ഇവിടെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എന്താണ് ഒരുപാട് പ്രോസസ്സുകളുള്ള ഇൻഡസ്ട്രി ആണ് എന്ത് ഈ പറഞ്ഞ പ്രോസസിംഗ് ഇൻഡസ്ട്രി. എക്സാമ്പിൾ എന്തൊക്കെയാ മക്കളെ? ഷുഗർ ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, പിന്നെ എന്താണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതാണല്ലോ ഓർത്ത് വെക്കുക കേട്ടാ. ഈ എന്താണ് അടുത്തതാണ് അസംബ്ലിംഗ്. അസംബ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാർ എന്ത് ചെയ്യും? നമ്മള് പല പല ഭാഗത്തു നിന്ന് പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് അതിന്റെ കമ്പോണൻസ് കൊണ്ടുവന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ കാർ അല്ലെ, നമ്മൾ ടയർ കൊണ്ടുവരുന്നു, എഞ്ചിൻ കൊണ്ടുവരുന്നു, എന്താണ് ടെലിവിഷൻ ഇൻഡസ്ട്രി പറയാം നമുക്ക്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പറയാൻ പറ്റും. അപ്പൊ ഇതേപോലെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ കമ്പോണൻസ് ജോയിൻ ചെയ്തൊരു പ്രൊഡക്റ്റ് ആക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? അസംബ്ലിംഗ് ഇൻഡസ്ട്രി. മക്കളെ ഇതിന്റെ എക്സാമ്പിൾ അടക്കം പഠിച്ചോളണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് ആണെങ്കിൽ കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ സെക്ഷൻ ഫുള്ള് കഴിഞ്ഞിട്ടാ. നിങ്ങളുടെ ഡയഗ്രം കാണാണ്ട് പഠിച്ചു, വളരെ ഇമ്പോർട്ടന്റ്. ചിലപ്പോ എസ് ഒക്കെ ഇതിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ചിലപ്പോൾ 6 മാർക്ക് ചോദിച്ചാലോ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം.
നെക്സ്റ്റ് അടുത്ത് എന്താണ്? അടുത്ത് കൊമേഴ്സ്. ഓൾറെഡി ബിസിനസ്സിൽ ഇൻഡസ്ട്രി കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ ആണ് കൊമേഴ്സ്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബിസിനസ്സിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഉള്ള എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റുന്ന പരിപാടി കൊമേഴ്സിലൂടെയാണ്. കൊമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗുഡ്സ് ആൻഡ് സർവീസ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി കൊമേഴ്സിലും എത്ര കാറ്റഗറി ഉണ്ട് സാറേ? ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾ ഓർത്തോളൂ കേട്ടോ. ഇവിടെ നമ്മൾ ടെറിഷറി പറഞ്ഞില്ല. ടെറിഷറി നിങ്ങൾ ഓർത്ത് വെക്കുക. പ്രൈമറിനെയും സെക്കൻഡറിനെയും സപ്പോർട്ട് ചെയ്യുന്ന ടെറിഷറി ആണ്. ടെറിഷറിയിൽ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. അത് തന്നെയാണ് എവിടെയും വരാ? ഓക്സിലറി ട്രേഡിലും ട്രേഡിലും വരാം. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ഓക്സിലറി ട്രേഡ് 4 റിക്വസ്റ്റ് ചോദിക്കാൻ പറ്റും. ഒന്ന് ടെറിഷറിയുടെ സർവീസ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഏതൊക്കെയാണ് കൊമേഴ്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഓക്സിലറി ട്രേഡ് എന്താണെന്നും അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂമറിലേക്ക് എത്തിക്കുമ്പോഴുള്ള തടസ്സങ്ങൾ മാറ്റുന്ന ആക്ടിവിറ്റി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ധാരണ വേണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് പോർഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് പറഞ്ഞു. ട്രേഡ് എന്ന് പറയുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്ന ട്രേഡ് ആണ് അല്ലെ? ഇപ്പൊ ഞാൻ സാറിന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ എത്തിക്കണം, അതിനെന്ത് വേണം? ട്രേഡ് വേണം. അപ്പൊ നോക്കിയേ, പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റുന്നത് ട്രേഡ് ആണ്. ഒരു 1 minute ക്വസ്റ്റ്യൻ പറഞ്ഞത് കേട്ടോ. ക്ലിയർ അല്ലേ? പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമറുടെ കയ്യിലേക്ക് ഗുഡ്സ് എത്തുന്നത് വരെയുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റുന്നത് ട്രേഡ് ആണ്. സെറ്റാണ്? കൈവശിക്കാൻ പേഴ്സൺ ടു പേഴ്സൺ ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ചിങ്ങിനുള്ള ഹിൻഡ്രൻസ് എടുത്തു മാറ്റുന്നത് ട്രേഡ് ആണ്. ഓക്കെ, ഈ ട്രേഡിനെ സഹായിക്കുന്ന ആക്ടിവിറ്റി ആണ് എന്ത്? ഓക്സിലറി ട്രേഡ് എന്ന് പറയുന്നത്. ഈ ട്രേഡ് തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും. നമ്മൾ ഓൾറെഡി എന്താണ് കഴിഞ്ഞ ലാസ്റ്റ് ചാപ്റ്ററിൽ 10ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അറിയാലോ, നമ്മുടെ രാജ്യത്തിനകത്തെ ട്രേഡ് ആണ്, ഒറ്റ കൺട്രിയിലെ ട്രേഡ് ആണ്. ഹോൾസെയിലർ ഉണ്ട്, റീറ്റെയിലർ ഉണ്ട്. എന്താ ഹോൾസെയിലർ എന്ന് പറയുന്നത്? ബൾക്ക് ആയിട്ട് ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് റീറ്റെയിലേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ആളാണ് ഹോൾസെയിലർ. റീറ്റെയിലർ ആണെങ്കിലോ കൺസ്യൂമർ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് സെയിൽ നടത്തുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇനി അടുത്തത് എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, 2 കൺട്രികൾ തമ്മിലാണ് ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ചിങ്. എന്താണ് അത്? എക്സ്റ്റേണൽ ട്രേഡ് ആണ്. അവിടെ എന്തൊക്കെയുണ്ട്? എക്സ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്, ഓൺ റിപ്പോർട്ട് ഉണ്ട്. എന്താണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്? ഇവിടുത്തെ ഗുഡ്സ് നമ്മളെന്താണ് അവിടേക്ക് കയറ്റി നമ്മൾ അവിടേക്ക് സെല് ചെയ്യുക. ഇനി എന്താണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്? അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇനി എന്താണ് ഓൺ റിപ്പോർട്ട് എന്ന് പറയുന്നത്? നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് കുറച്ച് ഗുഡ്സ് വാങ്ങിച്ചു, നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചൈനക്ക് കയറ്റി വിട്ടു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരു രാജ്യത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേറെ ഇമ്പോർട്ട് ചെയ്യും. അതിനാണ് എന്ത് പറയാ? എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഓക്സിലറി ട്രേഡിലേക്കാണ്. ഓക്സിലറി ട്രേഡ് എന്ന് പറയുമ്പോൾ സാർ നെക്സ്റ്റ് എടുക്കും. ബാഗൊക്കെ നിങ്ങൾ കണ്ടില്ല മക്കളെ? ഓക്കെ, അപ്പോ H2 ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറി ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്സിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് പഠിക്കേണ്ട സർവീസസ് പറയുന്ന പോർഷൻ ആണ്. എത്ര ടൈപ്പ് സർവീസ് ഉണ്ട് സാറേ? മൊത്തം ഒരു 7 ടൈപ്പ് 6 ടൈപ്പ് സർവീസ് ഉണ്ട് അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ്. ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുക യാത്ര അല്ലെ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനം ബാക്കിയുള്ള കൺസ്യൂമേഴ്സ്, ഹോൾസെയിലറുടെയും റീറ്റെയിലറുടെയും കൺസ്യൂമറിന്റെ ഒക്കെ അടുത്തേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ഈ പറയുന്നത് ട്രാൻസ്പോർട്ട്. അപ്പൊ പ്ലേസിന്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുത്തത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ അറിയണ്ടേ? അപ്പൊ ഇതേപോലെ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ഇൻഫർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യുക. ഇൻഫർമേഷൻ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അടുത്തതാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. അവിടെ എന്തായിരിക്കും നടക്കുക? അവിടെ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, നമുക്ക് ലോൺ എടുക്കുന്ന പരിപാടി ആയിക്കോട്ടെ. അപ്പൊ എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ബിസിനസ്മാന്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെ? ബാങ്കിലായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? ഇന്നത്തെ കാലത്ത്. അപ്പൊ ഇതേപോലെ ഫിനാൻസിന്റെ എല്ലാ തടസ്സങ്ങളും, നമുക്ക് പൈസ വേണോ ലോൺ എടുക്കാൻ പോയിട്ട്, പൈസ ഉള്ളവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയിട്ട്, ഫിനാൻസിന്റെ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. അടുത്തതാണ് ഇൻഷുറൻസ്. എന്താ ഇൻഷുറൻസ് പറയുന്നത്? ഉറപ്പായിട്ടും എന്താണ് നമ്മുടെ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ ആ റിസ്ക് കവർ ചെയ്യുന്ന എന്താ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഷുറൻസ് എന്ന് പറയാ. അടുത്ത എന്താ പറയുന്നത്? വെയർഹൗസിംഗ്. ഓക്കെ, നമ്മൾ എന്തിനാ വെയർഹൗസിൽ നമ്മളത് ഇപ്പൊ തന്നെ കസ്റ്റമേഴ്സിന് വിറ്റ് നിൽക്കുന്നില്ലല്ലോ, സൂക്ഷിക്കണം അല്ലെ? അപ്പൊ ഗുഡ്സ് പ്രോപ്പർ ആയിട്ട് ആ കൺസ്യൂമർ കൺസപ്ഷൻ ചെയ്യുന്ന സമയം വരെ നമ്മൾ സൂക്ഷിക്കുന്നത് എവിടെയാണ്? വെയർഹൗസിലാണ്. സോ ഇറ്റ് റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് ടൈം ആണ്.
അടുത്ത എന്താണ് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് പറയുന്നത് പ്രൊമോഷൻ ആക്ടിവിറ്റി ആണ്. നമ്മുടെ സാധനം 4 പേര് അറിയണ്ടേ വാങ്ങിക്കണം. അപ്പൊ നോളജ് വേണ്ടേ, ആളുകൾ അത് അറിയണം അല്ലെ. അപ്പൊ ഇതേപോലെ കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കിട്ടാൻ വേണ്ടി അതിന്റെ എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലെ? അപ്പൊ ഈ ആക്ടിവിറ്റീസും അതിന്റെ ഹിൻഡ്രൻസുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. മാച്ച് ദ ഫോളോയിങ്ങോ, ഓഡ് വൺ ഔട്ടോ, വൺ വേർഡോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോർഷൻ ട്ടാ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ബിസിനസ് റിസ്കിനെ കുറിച്ചാണ്. നമ്മൾ ഡയഗ്രാം മൊത്തം കഴിഞ്ഞു. ആ ഡയഗ്രാം നിങ്ങൾ എന്തായാലും കാണാണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ബിസിനസ് റിസ്കിലേക്ക് പോകാണ്. സാർ എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്? പ്രോഫിറ്റ് ഉണ്ടാവോ ഇല്ലാതെയും അല്ലെ, ഉണ്ടാവില്ല എന്ന് പറയാവുന്ന കാര്യമാണ്. ബിസിനസ് പൂട്ടിപ്പോയേക്കാം, അല്ലെങ്കിൽ നഷ്ടം വരാം, എന്തെങ്കിലും അപകടം പറ്റി. അപ്പൊ എന്തെങ്കിലും അൺസർട്ടൺ ഇവന്റ് സംഭവിക്കാം, അല്ലെങ്കിൽ എന്താണ് ലോസ് സംഭവിക്കാം അല്ലെ, മൊത്തം ദുരന്തം വരാം. അതാണ് എന്ത് നഷ്ടാവാ. അതാണ് എന്ത് ബിസിനസ്സിൽ റിസ്ക് എന്നൊക്കെ പറയുന്നത്. കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ ഷോൺ സാറോട് പറയണം അല്ലെ. അപ്പൊ ഷോൺ സാറിനാണെങ്കിൽ റിസ്കിനെ കുറിച്ച് നന്നായിട്ട് പറയാൻ ആചാരനാണ് ഷോൺ സാറ്. പുള്ളിക്കാരൻ നിങ്ങൾ മൊത്തം റിസ്ക് എന്നാ പറയണം. ഓക്കെ, അപ്പൊ റിസ്ക് നമ്മൾ എന്താണ് പോസിബിലിറ്റി ഓഫ് ലോസ് ആണ് ഷോൺ എന്നൊക്കെ പറയുന്നത്. പോസിബിലിറ്റി ഓഫ് ലോസ് ആണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, റിസ്കിന്റെ അപ്പൊ കാരണങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? റിസ്കിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, വെള്ളപ്പൊക്കം വന്ന് അല്ലെ, ഭൂമി ഉരുക്കം വന്ന്, അതൊക്കെ എന്താണ്? അതൊക്കെ നാച്ചുറൽ കോസ് ഓഫ് റിസ്കുകളാണ്. ഇനി ഹ്യൂമൻ കോസ് ഓഫ് റിസ്ക് ഉണ്ട് അല്ലെ. നമ്മുടെ തൊഴിലാളി നല്ലതല്ലെങ്കിൽ സംഭവിക്കും, അങ്ങനെയൊക്കെ ആവും അല്ലെ. അപ്പൊ തൊഴിലാളി നമ്മൾ പറ്റിക്കാം, ഇട്ടിട്ട് പോകാം അല്ലെ, കെയർലെസ് ആവാം, അവർ ഭയങ്കരമായിട്ട് മടി മേടിച്ചിരിക്കുക, അവർ സ്ട്രൈക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ റിസ്ക് എന്താണ്? ഹ്യൂമൻ കോസ് ഓഫ് റിസ്ക് എന്നോ പേഴ്സണൽ കോസ് ഓഫ് റിസ്ക് എന്നോ പറയാം. അടുത്തതാണ് എക്കണോമിക് കോസ് ഓഫ് റിസ്ക്. നിങ്ങൾ എക്കണോമിക്കലി കുറെ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെയാണ്. കോമ്പറ്റീഷൻ, പ്രൈസ്, ടെക്നോളജി മാറാം, പ്രൊഡക്ഷൻ മാറാം, ഇൻഫ്ലേഷൻ. അപ്പൊ എക്കണോമിക്സിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? എക്കണോമിക് കോസ് ഓഫ് റിസ്ക് ആണ്. നിങ്ങൾ ഹ്യൂമൻ കോസും എക്കണോമിക് കോസും കറക്റ്റ് ആയിട്ട് പഠിക്കുക, അതായിരിക്കും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവാം. ഇനി അതർ കോസ് എന്ന് പറയുമ്പോൾ ഇതില്ലാതെ കുറെ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാറ്റം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വ്യത്യാസങ്ങള്, പിന്നെ ചിലപ്പോൾ കറണ്ട് പോകാം, എപ്പോഴെപ്പോഴും കറണ്ട് പോകാം, അല്ലെങ്കിൽ മെഷീനറി പൊട്ടിത്തെറിച്ച് പോകാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അതർ കോസസ് ഓഫ് റിസ്കുകളാണ്. അല്ലെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ വ്യക്തമായിട്ട് റിസ്കിന്റെ കാരണങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഇവിടെ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ റിസ്കിന്റെ നേച്ചർ, ബിസിനസ് റിസ്കിന് വല്ല നേച്ചർ സ്വഭാവം ഉണ്ടാവും. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അൺസർട്ടൈൻ ആയതുകൊണ്ടാണ് അല്ലെ, നമുക്ക് ഭാവിയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ബിസിനസ് റിസ്ക് ഉണ്ടാക്കുന്നത്. അത് കിട്ടിയില്ലേ? ഇനി ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. ഇനി റിസ്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സാറേ? ബിസിനസിന്റെ സൈസ്. നമ്മൾ എത്ര രൂപയുടെ ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ടോ അത്രയും ക്യാപിറ്റലാണ് നമ്മുടെ നഷ്ടം. 5 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 5 രൂപ നഷ്ടമാവാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചായക്കട റിസ്ക് അല്ല, ജ്വല്ലറി റിസ്ക് അല്ലെ. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നേച്ചർ അനുസരിച്ച് റിസ്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവിടെയാണെങ്കിൽ ചായക്കട ചായയും പഞ്ചസാരയൊക്കെ പോകും, ഇവിടെയാണെങ്കിൽ ജ്വല്ലറി അല്ലെ പ്രൊഡക്റ്റ് ഒക്കെ പോകും. അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മുടെ നേച്ചറും സൈസ് അനുസരിച്ച് റിസ്ക് മാറിക്കൊണ്ടിരിക്കും. ഇനി പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക്. റിസ്ക് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ റിസ്കിന്റെ നേച്ചർ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി 3 കിട്ടും എന്തായാലും. അൺസർട്ടൈൻ ഉള്ളത് കൊണ്ട് റിസ്ക് വരും, എസെൻഷ്യൽ പാർട്ടാണ്. റിസ്ക് ബിസിനസിന്റെ റിവാർഡ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ. അപ്പൊ നിങ്ങൾ അറിയണ പോയിന്റ്സ് ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ അതിനകത്ത് പഠിക്കാൻ പോകരുത്, അറിയേണ്ട പോയിന്റ്സ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പോകുന്നത്, അപ്പോൾ ഓൾറെഡി നമ്മൾ ബിസിനസിനെ കുറിച്ച് പഠിച്ചു, ബിസിനസ് എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വെറുതെ പോയിട്ട് ഓടിപ്പോയി ചാടി തമ്മിൽ സാറേ പോരാ, നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കണം. ഒന്നെന്താണ്? ലൈൻ ഓഫ് ബിസിനസ്. ഏത് തരത്തിലുള്ള ബിസിനസ് നമ്മൾ ചെയ്യാമോ? ട്രെയിനിങ് വേണോ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് വേണോ, ഉണ്ടാക്കിയിട്ട് വിൽക്കണോ, അല്ലെങ്കിൽ എവിടെ നിന്നും കൊണ്ടുവന്ന് വിൽക്കണോ? അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി അതിന്റെ മെഷീനറി ഒക്കെ അറേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മൾ സെലക്ഷൻ ഓഫ് ദി ലൈൻ ഓഫ് ബിസിനസ്, അത് പറഞ്ഞ പോലെ ചെറുത് വേണോ വലുത് വേണോ ഒക്കെ നോക്കണം. അപ്പൊ ലൈൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഒരു ബിസിനസ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് സൈസ്, വലിയതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചെറിയ തോതിലുള്ള ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഫോംസ് ഏതൊക്കെയാണ്? സോൾ ട്രേഡിംഗ്, അതുപോലെ എന്താണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കമ്പനി. അപ്പൊ ഏത് ഫോമിൽ വേണോ അത് നമ്മൾ തീരുമാനിച്ചു വെക്കാം. നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ബാങ്കിങ് ഉണ്ടോ, ഫിനാൻസിങ് ഉണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ? അപ്പൊ ലൊക്കേഷൻ ഒക്കെ നോക്കിയിട്ട് വേണം ബിസിനസ് പോയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഫൈനാൻസ് അല്ലെ, ഇതിനെ എവിടെ നിന്നൊക്കെ നമുക്ക് പൈസ കൂട്ടാൻ പറ്റും, ഷോർട്ട് ടൈം വേണോ, ലോങ് ടൈം വേണോ, ഏതൊക്കെ സോഴ്സിന് പൈസ ഉണ്ടാക്കും, ഷെയർ വേണോ,
അതൊക്കെ നമ്മൾ തീരുമാനിച്ചു വെക്കുക. ഇനി ഫിസിക്കൽ ഫെസിലിറ്റി, അതായത് നമുക്ക് എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റി, എന്തൊക്കെ അസറ്റ് വേണം, ബിൽഡിംഗ് വേണോ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഏതൊക്കെ വേണം, അതൊക്കെ അറേഞ്ച്, അതൊക്കെ നമുക്ക് എത്ര വേണം തീരുമാനിക്കാം. ദെൻ പ്ലാന്റ് ലേഔട്ട്, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് പഠിപ്പിച്ച് വെക്കാം അല്ലെ. നമ്മൾ ബിൽഡിംഗിൽ കൊണ്ടുവന്ന് നമ്മുടെ മെഷീനറി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഫർണിച്ചർ സെറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി വർക്കിന് വേണ്ടി റെഡിയാക്കി വെക്കുന്ന പരിപാടിയാണ് എന്ത് ലേ ഔട്ട് എന്ന് പറയുന്നത്. അടുത്താണ് വർക്ക് ഫോഴ്സ്. ഇതെല്ലാം ഉണ്ട്. നല്ല എംപ്ലോയീസിനെ കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കൂട്ടിപ്പോകും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം, വർക്ക് ഫോഴ്സ് പറയുന്നത്. അടുത്താണ് നമ്മൾ എങ്ങനെയൊക്കെ ടാക്സ് വെട്ടിക്കാം അല്ലെ. പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് നമ്മൾ വെട്ടിച്ചേ പറ്റൂ. ടാക്സ് നമ്മൾ വെട്ടിക്കാൻ പാടില്ല, ടാക്സ് നമ്മൾ എപ്പോഴും കുറയ്ക്കാൻ ശ്രമിക്കും, ടാക്സ് ഇവേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ടാക്സ് എങ്ങനെ കുറയ്ക്കാമെന്ന് പ്ലാൻ ചെയ്ത് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിബഞ്ചർ എടുക്കുകയാണെങ്കിൽ ടാക്സ് കുറയും, ലീസിന് എടുക്കുകയാണെങ്കിൽ ടാക്സ് കുറയും, ലോൺ എടുക്കുകയാണെങ്കിൽ ടാക്സ് കുറയും എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ടാക്സ് കുറയ്ക്കാനുള്ള പരിപാടികളൊക്കെ ഒന്ന് നോക്കി പോകാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, നേരെ ബിസിനസ് ലോഞ്ച് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ എല്ലാം പഠിച്ചില്ലെങ്കിലും ഒരു ഓർഡറിൽ ഒരു 5 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു വെക്കാം. സെറ്റ് ആണല്ലോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട പോർഷൻസ് ഒന്നും കൂടി എടുത്ത് പറയാണ്. ആദ്യം തന്നെ പഠിക്കേണ്ടത് ബിസിനസ് പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് ഡിഫറൻസ് പഠിക്കുക, എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ പഠിക്കേണ്ടത് നമ്മുടെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് പഠിക്കണം. ദെൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻസ്, അതിൽ വരുന്ന ആ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്ന ആ 4 കാറ്റഗറി പഠിക്കുക. പിന്നെ ഓക്സിലറീസ് ടു ട്രേഡ് നിങ്ങൾ പഠിക്കാതിരിക്കരുത്, അത് വളരെ ഇമ്പോർട്ടന്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ ബിസിനസ്സിൽ റിസ്കിന്റെ കാരണങ്ങൾ, കോസ് ഓഫ് റിസ്ക് പഠിക്കുക. ലാസ്റ്റ് പറഞ്ഞ സെലക്ഷൻ ഫാക്ടേഴ്സ് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ക്ലിയർ ആണെങ്കിൽ കൈവിശി കാണിച്ചു ഒക്കെ ആണെങ്കിൽ ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്തിട്ട്, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 12 മാർക്കിന്റെ ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു എസ്സേ ഉറപ്പായിരിക്കും. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാലോ. ഫസ്റ്റ് 12 മാർക്കാണ് ഓൾറെഡി പറഞ്ഞു. ആദ്യമേ ഇനി പറയാണ്, നമ്മളൊരു പ്രൈവറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 5 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് സാറേ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതുപോലെ എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് 5 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അതിന് ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നാണ്. അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നടത്തിയിട്ട് നമ്മൾ എന്താ വിളിക്കുക? സോൾ പ്രൊപ്രൈറ്ററിനോ സോൾ ട്രേഡറിനോ വിളിക്കും. അവരുടെ പേര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഓണറിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ സോൾ ട്രേഡറോ സോൾ പ്രൊപ്രൈറ്ററോ ആണ് ഇതാണ് ഇതിന്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ എന്താ ചെയ്യാ? ഇയാളുടെ ബിസിനസ് ഒക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും. ഒരാളെയും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക, ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനെന്ത് പറയാ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയാ. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 man 1 boss, എവരിത്തിങ് അണ്ടർ മൈ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോം ആയിരിക്കും. എന്താണ് 1 man 1 boss, എവരിത്തിങ് അണ്ടർ മൈ കൺട്രോൾ എന്നൊക്കെ പറയുന്നത് ഈ ഫോം ആയിരിക്കും കേട്ടോ. അപ്പൊ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് ആര്? നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഞാനാണ് ഷോൺ സാറാണ് പറയുന്നത്. യെസ്, ഓക്കെ. അതാണ് എന്ത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഓക്കെ, 1 man 1 boss. 1 man 1 boss ആണ് ട്ടോ. ബോസ് ബോട്ടല്ലിട്ട മക്കളെ, 1 man 1 boss. ഒരാൾ, ഞാൻ തന്നെ എന്റെ ബോസ്. അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി അതിന്റെ ഫീച്ചർ ഒക്കെ പഠിക്കുമ്പോൾ ഷുവർ ആയിട്ടും ഒരു 5 പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഫീച്ചറിലേക്ക് പോകാണ്. ഫോർമേഷൻ ക്ലോഷറും ഈസിയാണ്. ബിസിനസ് അല്ലേ, എനിക്ക് എപ്പോ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എപ്പോ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ഇനി കൺട്രോൾ എങ്ങനെയാണ് സാറേ? കൺട്രോൾ കൺട്രോൾ ബൈ ഹിംസെൽഫ് ആയിരിക്കും. ഇനി നോ സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല, എന്റെ തന്നെ എല്ലാ അപ്പനെ അല്ല സാറേ. ബിസിനസ് ഒക്കെ എന്റെ തന്നെ ആയിരിക്കും, വേറെ പ്രത്യേകിച്ച് ഷോപ്പ് ഒന്നും എല്ലാം എന്റെ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ലയബിലിറ്റി, നിങ്ങൾ മറക്കരുത്. ഒരു സോൾ ട്രേഡറിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. അയാളുടെ ഉണ്ടാകുന്ന ബാധ്യതകള് അയാളുടെ പേഴ്സണൽ അസറ്റ് വരെ എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അത് അയാൾ സോൾവ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ് ഫോർ എ സോൾ ട്രേഡർ. ഓക്കെ, അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർ. ഇനി റിസ്കും പ്രോഫിറ്റ് ഒക്കെ എങ്ങനെയാ സാറേ വരാം? റിസ്കും പ്രോഫിറ്റ് ഒക്കെ അപ്പൊ നമ്മളെ ഹരിത സർവീസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എല്ലാ റിസ്കും ഇങ്ങർക്കായിരിക്കും, എല്ലാ റിസ്കും പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ റിസ്കും പ്രോഫിറ്റ് ഒക്കെ എന്തായിരിക്കും? നമ്മുടെ സോൾ ട്രേഡർ ഒറ്റയ്ക്ക് തന്നെ വഹിക്കേണ്ടി വരും. ഇനി എന്താണ് ബിസിനസ് കണ്ടിന്യൂറ്റി? നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്, ആ ബിസിനസിന്റെ ഓണർ മരിച്ചു സംഭവിക്കും, ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഡെത്തോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതായത് ഡെത്തോ ഇൻസാനിറ്റിയോ ഇൻസോൾവൻസിയോ ഒക്കെ വരണമെങ്കിൽ എന്ത് വരും? നമ്മുടെ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കണ്ടിന്യൂറ്റി വളരെ കുറവായിരിക്കും. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഏതെങ്കിലും ഒരു 4 or 5 പോയിന്റ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം.
എന്ത് പറ്റി ഫാത്തിമ എല്ലാം പഠിച്ചിരിക്കാമല്ലോ. ഓക്കെ, ഫാത്തിമ ഈശ്വര ഇതൊക്കെ ഇങ്ങനെ എവിടെ കൊണ്ടുവരും അല്ലേ. ഷോൺ സാറിന് അരുൺ സാറിന് പിടിക്കാനാ? അരുൺ സാർ ഷോൺ സാറിന്റെ ഫാൻസിന് വിഷമം. ഓക്കെ മക്കളെ, അപ്പൊ നോക്കാം. അതിന് മെറിറ്റും ഡിമെറിറ്റിലേക്കും വരാം. മെറിറ്റും ഡിമെറിറ്റും പറയുമ്പോ ഫസ്റ്റ് മെറിറ്റ് ഓഫ് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ്. ഫസ്റ്റ് എന്തായിരിക്കും പെട്ടെന്ന് നമുക്ക് തീരുമാനം ചോദിക്കേണ്ട ആവശ്യമില്ല, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ എന്താണ് ഇൻഫർമേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? കോൺഫിഡൻഷ്യൽ ആയിരിക്കും. എന്റെ സീക്രട്സ് എനിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എത്ര കളത്തിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. മൊത്തം കളത്തിലാണെങ്കിലും ആരും അറിയാൻ പോകുന്നില്ല. അടുത്ത ഫോർമേഷനും ക്ലോഷറും എളുപ്പമാണ്. ടീച്ചറി പഠിച്ചതാ. സാറ് രാവിലെ എനിക്കൊന്ന് തുറക്കുന്നു, രാത്രി പോകുന്നു അടയ്ക്കും. ആർക്കും ഒരു നിർബന്ധമൊന്നുമില്ല. അപ്പൊ പരിപാടിയില്ല. ഡയറക്റ്റ് ഇൻസെന്റീവ് ഇങ്ങനെ പണിയെടുത്ത് ആർക്ക് കിട്ടും? എല്ലാ പൈസയും ഈ ആൾക്കാര് കിട്ടും. അല്ല, അപ്പൊ ഡയറക്റ്റ് ഇൻസെന്റീവ് ആണ്. എടുക്കുന്ന പണിക്ക് അപ്പൊ എന്ത് കിട്ടും? ഇൻസെന്റീവ് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ലിമിറ്റേഷൻ പറയുകയാണെങ്കിലോ, ലിമിറ്റേഷൻ ഭയങ്കര സിമ്പിൾ പഠിക്കാനായിട്ട്. ഒന്നാമതായിട്ട് ലിമിറ്റഡ് റിസോഴ്സസ്. ഇപ്പൊ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് സേവിങ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് കടം മേടിക്കണം. അപ്പൊ എന്റെ കയ്യിലുള്ള സേവിങ്സും എന്റെ കയ്യിലുള്ള ലോൺസും ആയിരിക്കും എന്റെ ഫണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി ലൈഫ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ തട്ടിപ്പോയി സംഭവിക്കും, ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്താണ്. അപ്പൊ നോക്കാം, ഇതേപോലെ ലൈഫ് എന്താണ് വളരെ വളരെ കുറവാണ്. നെക്സ്റ്റ് എന്താണ്? അൺലിമിറ്റഡ് ലൈബിലിറ്റി. ഷോൺ സാറെ അട്ടാസിക്കൽ അടുത്തെന്താണ്? അൺലിമിറ്റഡ് ലൈബിലിറ്റി. അപ്പൊ ലൈബിലിറ്റി എങ്ങനെയെങ്കിൽ വളരെ 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 കൂടുതലായിരിക്കും. ലിമിറ്റഡ് മാനേജബിലിറ്റി. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവണം. ചിലപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ സ്കില്ല് കുറവായിരിക്കും, ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഡീൽ ചെയ്യാൻ സ്കില്ല് കുറവായിരിക്കും. എനിക്ക് ഹെഡാസാറിനെ എല്ലാ കളത്തിലും അറിയില്ലല്ലോ മക്കളെ. അപ്പൊ മാനേജബിലിറ്റി വളരെ കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ അതിന്റെ ലിമിറ്റേഷൻസ് വളരെ നന്നായിട്ട് പഠിക്കാം. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഓക്കെ അല്ലേ? എക്സാം ദിവസം ആയതുകൊണ്ടാണ് നിങ്ങളെ കുറച്ചും കൂടി ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് കുറച്ചും കൂടി ഫണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പെട്ടേ വരുള്ളൂ കേട്ടോ. ഇപ്പൊ പോർഷനൊക്കെ വായിച്ചു നോക്കാൻ ഞങ്ങൾ പറയാണ്ട് ചിരിക്കാനല്ല വായിക്കണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റാണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഇത് എസ്എക്ക് ചാൻസ് ഉണ്ട്. ഞാൻ വീണ്ടും പറയാണ്, എസ്എക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ജോയിൻ ഫാമിലി ബിസിനസ് ആണ് അടുത്ത ഫോം എന്ന് പറയുന്നത്. ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. ഇത് ഹിന്ദു ഫാമിലി ലോ അനുസരിച്ചാണ് ബിസിനസ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്. അതുപോലെ ഹിന്ദു ലോ അനുസരിച്ചാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവിടെ ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കൊണ്ടുപോകുന്ന ബിസിനസ് ആണ്. ഇനി അവർക്ക് എന്തുണ്ടാകും? ആൻസൽ പ്രോപ്പർട്ടി, പരമ്പരാഗതമായ സ്വത്തുണ്ടെങ്കിൽ ബിസിനസ് നടത്താൻ പറ്റും. സ്വത്തില്ലെങ്കിൽ ഓക്കെ. ഇനി ബിസിനസ് ആരാ കൊണ്ടുപോകാ സാറേ? എൽഡസ്റ്റ് മെയിൽ മെമ്പർ ഈസ് കോൾഡ് കർത്ത. അല്ലെ, ആ കർത്തവനാണ് എന്ത് ചെയ്യാ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. മക്കളെ ഞാൻ മനസ്സിൽ പോലിച്ചിട്ടില്ല. അപ്പൊ കർത്തയാണ് ഇവിടുത്തെ എടുത്തപ്പാപ്പനാണ് കർത്താല് സാറേ. അപ്പൊ കർത്തയാണ് എന്ത് ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ബാക്കി മെമ്പേഴ്സ് എന്താ പറയാ? ബാക്കിയുള്ള മെമ്പേഴ്സ് കോ പാർട്ട്നേഴ്സ് വിളിക്കും. മക്കളെ അത് മാറിപ്പോകരുത്. കോ പാർട്ട്നേഴ്സ് എന്നാ വിളിക്കുക. അവരും എന്താണ്? ബിസിനസിന്റെ മെമ്പർ ആയിരിക്കും. അവർക്ക് ബിസിനസ്സിൽ എന്താണ്? ഈക്വൽ ഓണർഷിപ്പ് ആയിരിക്കും. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഇനി ഫീച്ചർ നോക്കാം. ഫീച്ചർ പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫോം ചെയ്യാം. ആ ഫാമിലി രണ്ട് മെമ്പറും അവരുടെ കയ്യിൽ കുറച്ച് സ്വത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ലയബിലിറ്റി നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ഒരു സോൾ പ്രൊപ്പറൈറ്ററില് നമ്മുടെ എന്താണ്? കർത്തയ്ക്ക് ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി മെമ്പേഴ്സിന് എങ്ങനെയാണ്? കോപാർട്ട്നേഴ്സ് എങ്ങനെയാണ്? കോപാർട്ട്നേഴ്സിന് ബാധ്യത ലിമിറ്റഡ് ആയിരിക്കും. കിട്ടിയത് രജിസ്ട്രിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇനി കൺട്രോൾ ആരാ കൺട്രോൾ ചെയ്യാ? ഓൾറെഡി പറഞ്ഞു കർത്തയാണ് അല്ലെ. ഇനി കണ്ടിന്യൂറ്റി ഉണ്ട്. ഓൾറെഡി നമ്മളൊരു കർത്തയുണ്ട്, അത് തട്ടിപ്പോയി. എന്ത് സംഭവിക്കും? അടുത്ത ആൾ കർത്തയായിട്ട് വരും അല്ലെ, അവിടെ കളഞ്ഞിട്ടിരിക്കും അല്ലെ. അപ്പൊ ഇതേപോലെ എന്താണ്? കർത്ത തട്ടിപ്പോയാലും ബിസിനസിന് കണ്ടിന്യൂറ്റി ബാധിക്കില്ല. അടുത്ത ആൾ ഉറപ്പായിട്ട് എന്താകും? കർത്തയായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് എന്ത്? മെമ്പർഷിപ്പ് ബൈ ബർത്ത്. ഇതൊക്കെ കാശായിട്ട് കാര്യമില്ല. അവിടെ പോയി ജനിക്കണം. ജനിച്ചാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. സാറ് വിഷമിക്കാണ്, ജനിച്ചാൽ മതി നടക്കും കിട്ടും അല്ലെങ്കിൽ പള്ളിയുടെ ആവശ്യം. അപ്പൊ എന്താണ്? മൈനറായ മെമ്പറിന് എന്തുണ്ട്? മെമ്പർഷിപ്പ് ഉണ്ട്. ബൈ ബർത്തിലാണ് എന്ത് കിട്ടുക? മെമ്പർഷിപ്പ് കിട്ടുക. 3 സക്സസീവ് ജനറേഷനിലായിരിക്കും എന്ത് പോകാം? മെമ്പർഷിപ്പ് പോകാം. തെറ്റാണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ ഈ ഫീച്ചറൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഇനി ഇതിന്റെ മെറിറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഈസി ഫോർമേഷൻ ആണ്. നമ്മുടെ കോപാർട്ട്നേഴ്സിന്റെ ബാധ്യത ലിമിറ്റഡ് ആണ്. അതുപോലെ ഡിസിഷൻ ഒക്കെ എന്താണ്? എല്ലാ പാർട്ട്നേഴ്സും കൂടി ഭയങ്കര കോപ്പറേഷൻ ആയിട്ട് എഴുതിക്കാം. ഇനി ഡിമെറിറ്റ് ഓടിക്കുകയാണെങ്കിലോ, ഡിമെറിറ്റ് ആണെങ്കിൽ കർത്തയുടെ ബാധ്യത അൺലിമിറ്റഡ് ആണ്. കർത്തയാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക. അതുപോലെ എന്താണ്? ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഡിഫറൻസ് ഒപ്പീനിയൻസിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. സെപ്പറേറ്റ് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദുരന്തപ്പാടാണ്
ഇർഫാനെ ഈ എക്സാമിന് സമയത്ത് നിങ്ങൾക്ക് ഇതൂടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ മൈൻഡ് നീ പോയി അന്വേഷിക്കും ബിസിനസ് ആയിട്ട് സാറേ ഇതിലൊക്കെ വരെയായിരിക്കും അല്ലേ സാറേ അതിനെ അതിനെ കൊണ്ടുപോയിക്കൊണ്ടാണ് അത് ഇങ്ങനെ അതുവരെ പറയാൻ വിളിച്ച്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം മക്കളെ. ഇതും എസ് ചാൻസ് ഉള്ള പോർഷൻ ആണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് relationship between two or more persons who have agreed to share profits of the business carried on by all or any one of them acting for. ഒന്നില്ലെങ്കിൽ എല്ലാവരും കൂടി ബിസിനസ് നടത്തിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ണർ വിളിക്കും അല്ലെ. അപ്പൊ ഇതിനെയാണ് എന്ത് പറയാ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയാ. ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിർബന്ധമായിട്ട് എന്തുണ്ട്, എഗ്രിമെന്റ് വേണം. വേറെ ആളുകൾ കുറച്ചേക്കാം കേട്ടോ. അപ്പൊ എന്താണ് പാർട്ട്ണർഷിപ്പ് മീനിങ് പഠിച്ചു വെക്കുക. ഇനി ഫീച്ചറിലേക്ക് നമ്മൾ പോകാണ്. ഫീച്ചർ പറയുമ്പോ ഫസ്റ്റ് അതായത് പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് 2 പേഴ്സൺസ് വേണം. മെയിൻ ആയിട്ട് എന്താ സാറേ വേണ്ടത്, എഗ്രിമെന്റ് വേണം. എഗ്രിമെന്റ് ഇല്ലാണ്ട് ഇപ്പൊ ഞാനും സാറും ഒരു ബിസിനസ് തുടങ്ങി, എന്ത് വേണം, എഗ്രിമെന്റ് വേണേ, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കും അല്ലെ. അപ്പൊ എഗ്രിമെന്റ് കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഡിസിഷൻ മേക്കിംഗ്, എത്ര പാർട്ട്ണർ ഉണ്ടെങ്കിലും അവരെല്ലാവരും മ്യൂച്വൽ കൺസെപ്റ്റ് മീൻസ് എല്ലാവരും ഒത്തൊരുമയോടെ ഡിസിഷൻ എടുത്ത് പോകും. എല്ലാവരും ഒരു ടീമായിട്ട് ഡിസിഷൻ എടുത്ത് പോകും. ആരുടെ ഒരു ഇൻഫർമേഷൻ മാത്രം അല്ലെങ്കിൽ ആരുടെ ഡിസിഷൻ മാത്രം മുൻതൂക്കം പോകില്ല. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. ഇനി റിസ്ക് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ പാർട്ട്നേഴ്സിനും റിസ്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം റിസ്ക്, അങ്ങനത്തെ പരിപാടി ഇല്ല. അടുത്തത് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പല ടൈപ്പ് പാർട്ട്ണറെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എല്ലാ പാർട്ട്ണർ എക്സെപ്റ്റ് മൈനർ ഒഴിച്ച് ബാക്കി ഏതൊക്കെ ടൈപ്പ് പാർട്ട്ണർ ഉണ്ടോ അവരുടെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലേ? മൈനർ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ബാധ്യതയായിരിക്കും അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി കണ്ടിന്യൂറ്റി പറയുമ്പോൾ എന്താണ്, ഒരു പാർട്ട്ണർ മരിച്ചു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതുത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആയല്ലേ? അപ്പൊ കണ്ടിന്യൂറ്റി ഉണ്ട്, ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പ് ഇല്ല. ഇനി 3 പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഉള്ള പാർട്ട്ണർഷിപ്പ് എൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള 2 പേര് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതിന്റെ മൊത്തം അക്കൗണ്ട്സ് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പഠിക്കും. ഓ മിസ് പഠിപ്പിച്ചത് സാറേ, മൊത്തം നിങ്ങൾക്ക് 4 ചാപ്റ്റർ പഠിക്കണം സാറേ. നെക്സ്റ്റ് അടുത്തത് മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് നമുക്ക് ശ്രദ്ധിക്കാം, ഒരു പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 വ്യക്തികൾ വേണം. മാക്സിമം നിങ്ങൾക്ക് 100 എഴുതാം, 50 എഴുതാം കേട്ടാ. അതിനപ്പുറം എഴുതിട്ടാ അടുക്ക് കിടക്കട്ടെ, 75 എഴുതി വെക്കരുത്. 100 അല്ലെങ്കിൽ 50, 50, 100 ക്ലിയർ ആണോ മക്കളെ? അതിനപ്പുറത്തേക്കൊന്നും പോകരുത് ആൻസർ. അപ്പൊ ഇതാണ് ഫീച്ചറായിട്ട് വരാം. 5 പോയിന്റ്സ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് മെറിറ്റും ഡിമെറിറ്റിലേക്കും വേഗം പോകാം. മെറിറ്റ് പറയുമ്പോ എല്ലാരും കൂടെ ഒത്തൊരുമിച്ചുള്ള ഡിസിഷൻ ആയിരിക്കും, അതുകൊണ്ട് ബാലൻസ്ഡ് ആയിരിക്കും. അവിടെ ഒരുപാട് ഫണ്ട് കിട്ടും, കാരണം എന്താ, എല്ലാരും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും, ഫോർമേഷൻ ക്ലോഷർ ഈ പറഞ്ഞ ആക്ട് പ്രകാരമാണ്, അതുകൊണ്ട് തന്നെ എളുപ്പം കാര്യം നടക്കും. പിന്നെ റിസ്കോ എല്ലാരും ഈക്വലി ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ അധികം റിസോഴ്സ്, ഇപ്പൊ മെമ്പേഴ്സിന്റെ എണ്ണം കുറയുമ്പോൾ സംഭവിക്കും, ഫണ്ടിന്റെ അളവ് കുറയും. ഇനി 2 പേരുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഉണ്ടാവും. അപ്പൊ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് അവിടെ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തത് എന്താണ്, ബാധ്യത എന്ന് പറയുന്നത് എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ആയിരിക്കും. അതൊരു പോരായ്മയാണ്. ഇനി ഓൾറെഡി ഉള്ള പാർട്ട്ണർഷിപ്പിൽ ആരെങ്കിലും മരിച്ചു, കണ്ടിന്യൂറ്റി അവിടെ തീർന്നിട്ട് അടുത്തത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ അതിന്റെ ലിമിറ്റേഷൻസും വ്യക്തമായിട്ട് 4 വെച്ച് പഠിക്കണം കേട്ടോ. ലിമിറ്റേഷൻസ് എല്ലാതും മെറിറ്റ്സും 4 വെച്ചെങ്കിലും പഠിച്ചു വെച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റും ഡിമെറിറ്റും കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. എത്ര ടൈപ്പ് പാർട്ട്നേഴ്സ് ഉണ്ട് സാറേ? ആക്റ്റീവ് പാർട്ട്ണർ ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ഉണ്ട്, സീക്രട്ട്, ബാക്കി 3 ഉണ്ട്. ഇത് ഉത്തരം നിൽക്കട്ടെ. ഈ 3 പാർട്ട്ണറെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ നോക്കുക, ആക്റ്റീവ് ഓർ വർക്കിംഗ്, സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ്, സീക്രട്ട് പാർട്ട്ണർ. ഈ 3 പാർട്ട്ണറും അത്യാവശ്യം തിരക്കേടില്ല, കാരണം അവർ മാന്യന്മാരാണ്. ക്യാപിറ്റൽ കൊണ്ടുവരും, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ പറ്റും, അൺലിമിറ്റഡ് ലയബിലിറ്റി. 3 പോയിന്റ് കിട്ടിയില്ല മക്കളെ. പാർട്ട്നേഴ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൺസെപ്റ്റ് മാത്രം എഴുതാണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്തൊക്കെ ചെയ്യും, ക്യാപിറ്റൽ കൊണ്ടുവരും, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ വരും, ബാധ്യത അൺലിമിറ്റഡ് കൺസെപ്റ്റ് കിട്ടിയെങ്കിൽ ഇനി കൺസെപ്റ്റിലേക്ക് വരാം. ആക്റ്റീവ് ആയി വർക്കിംഗ് പാർട്ണർ ആണെങ്കിൽ ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. മാനേജ്മെന്റിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിയാണ് എന്ത്, ആക്റ്റീവ് പാർട്ണർ. എന്നിട്ട് ബാക്കിയുള്ള കൂടി ചേർത്ത് എഴുതി വെക്കാം. ക്ലിയർ ആണല്ലോ? ഇനി സ്ലീപ്പിംഗ് പാർട്ണർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉറങ്ങി ഷോർട്ട് ക്ലിയർ ആയില്ലേ? അതെ. അപ്പൊ ഇതേപോലെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് വ്യക്തി എന്താണ്, അത് സ്ലീപ്പിംഗ് പാർട്ണർ ആണ്.
ഇനി അടുത്തതാണ് സീക്രട്ട് പാർട്ണർ, തലപ്പൊഴി മുടങ്ങിട്ട് ആരെ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി അല്ലേ. അപ്പൊ ഇതേപോലെ ഒളിച്ച് വന്നിട്ടല്ലേ അയാളും പാർട്ണർഷിപ്പിൽ ഒരുപാട് പാർട്ണർഷിപ്പ് ഉണ്ട് ഇതേപോലെ. ഈ പാർട്ണർഷിപ്പിൽ ബന്ധം കാണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അറിയുന്നില്ല നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. അതെ സാറേ വിളിക്കലും ടാക്സ് അടച്ച മുടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പാർട്ണർഷിപ്പിൽ ഞാൻ പാർട്ണർ ആണെന്ന് മറ്റാരും അറിയാൻ അറിയിക്കാത്ത പാർട്ണർ ആണ് ആര്, സീക്രട്ട് പാർട്ണർ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലെ ഈ 3 പാർട്ണർ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇത് എഴുതുമ്പോൾ നിങ്ങൾ ക്യാപിറ്റലിന്റെ കാര്യം, പ്രോഫിറ്റിന്റെ കേസും അതുപോലെ ലയബിലിറ്റിയും കൂടി ചേർത്ത് എഴുതി വെക്കുക. ഇത് മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. സെറ്റാണ് കൈവശിക്കാണെങ്കിൽ ഇത്ര കാര്യം ഞാൻ പറഞ്ഞു. ഇനി ബാക്കി 3 കൂടി ഉണ്ട്. ആ 3 പറയുകയാണെങ്കിൽ നോമിനൽ പാർട്ണർ. അതെ, നോമിനൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആളുടെ പേര് മാത്രം നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാം. അയാളുടെ പേര് മാത്രം കൊടുക്കും. ഇപ്പൊ ബാങ്കിൽ നോമിനി വെക്കാറില്ലേ? പാരന്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലേ. അപ്പൊ അതായത് അവര് നമ്മള് ഈ 3 പാർട്ണറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 3 പാർട്ണർ മാത്രം നല്ല ആൾക്കാരല്ല. അവര് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ കഴിയില്ല, പക്ഷെ ബാധ്യത അൺലിമിറ്റഡ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഈ നോമിനൽ പാർട്ണർ എന്ന് പറയുമ്പോ എന്റെ പേര് അവിടെ ഉണ്ട്, ഞാൻ വേറെ ഒന്നിനും ഇടപെടുന്നില്ല. ക്ലിയർ അല്ലേ? അതാണ് നോമിനൽ പാർട്ണർ. അപ്പൊ നമ്മുടെ പാർട്ണർഷിപ്പിന്റെ ബെനിഫിറ്റിന് വേണ്ടി അയാളുടെ നെയിം മാത്രം യൂസ് ചെയ്ത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോമിനൽ പാർട്ണർ. ഒരുപാട് ഞാൻ വൺ വെച്ച് കടന്നു കേട്ടോ. ക്ലിയറാണ്? കൈവശം കാണിച്ച് പറഞ്ഞു നോക്കുകയാണെങ്കിൽ അടുത്താണ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. എസ്റ്റോപ്പൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിച്ച് നടക്കാം. അത് എന്റെ ഞാനും കൂടെ ഉണ്ട് കേട്ടോ. എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കില്ല. അപ്പൊ ഇതേപോലെ പടി കിട്ടും. അപ്പൊ ഇതേപോലെ ഞാനും കൂടി പാർട്ണർ ആണെന്ന് സ്വയം ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ആര്, പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. അയാൾ പാർട്ണർ അല്ല അല്ലെ, ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവരില്ല, പ്രോഫിറ്റ് ലോസ് ചെയ്യാൻ, പക്ഷെ ബാധ്യത വളരെ അൺലിമിറ്റഡ് ആണ്. ഇനി പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി ഒരു പാർട്ണർ ഓൾറെഡി 2 പേര് പാർട്ണർഷിപ്പ് നടത്തിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ ഷോൺ സാർ ഞങ്ങൾ 2 പേര് പാർട്ണർഷിപ്പിലാണ്, ഷോൺ സാർ ഉള്ള പാർട്ണർ അല്ല. എന്നിട്ട് നമ്മളെ ജി സാർ പറയാണ് ഷോൺ സാറും കൂടി പാർട്ണർ ആണെന്ന് തോന്നുന്നു എന്ന് പറയാണ്. ഇത് കേട്ടിട്ടും ഷോൺ സാർ തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർ അല്ലാന്ന് ഷോൺ സാർ പറയോ? ഇല്ലാതെ പറയില്ല. അപ്പൊ ഈ പരിപാടിയാണെന്ത്, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. മക്കളെ, അപ്പൊ പാർട്ണർ ആണെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടും അത് തെറ്റാണെന്ന് സമ്മതിക്കാത്ത ആളാണ് ആര്, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇതാണ് കൈവശിക്കാൻ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ അല്ലേ? ഇത് വ്യക്തമായിട്ട് കാരണം വേണം ചോദിക്കൂട. ഇനി മൈനർ ആസ് എ പാർട്ണർ അല്ലെ, മൈനർ ഷോൺ സാറിന് 18 വയസ്സ് കഴിയുമ്പോൾ പാർട്ണർ ആകാൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ എന്താണ് 12 കൊല്ലം മറന്നു. ഓക്കെ, അപ്പൊ എന്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. മാനേജ്മെന്റിൽ ബുദ്ധിയിലല്ലോ, 18 വയസ്സായിട്ടില്ലുള്ളൂ. അപ്പൊ എന്താണ് 18 വയസ്സായിട്ടില്ല, മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കത്തില്ല, ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? മൈനർ ആണെങ്കിൽ അയാൾ പൈസ കൊടുത്താൽ മതി, അവിടെ മൂലക്കെ എഴുതുന്നു എന്താണ് ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് കിട്ടിയില്ലേ? ക്ലിയർ ആണ്? കാണിച്ച ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഷിഫാനെ സെറ്റ് അല്ലേടാ? ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ടൈപ്സ് ഓഫ് പാർട്ണേഴ്സ് പഠിച്ചു വെക്കുക. ഇനി പാർട്ണർഷിപ്പ് ഡീഡിലേക്ക് വരാം. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ 2-3 പാർട്ണേഴ്സ് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? അവര് തമ്മിലുള്ള കരാറ് എഴുതി ഉണ്ടാക്കണം. ഈ കരാറ് നമുക്ക് വാക്കാൽ പറയാം, എഴുതി ഉണ്ടാക്കാം. വാക്കാൽ പറയുകയാണെങ്കിൽ ഓറൽ എന്ന് പറയും, എഴുതി ഉണ്ടാക്കുകയാണെങ്കിലോ റിട്ടേൺ ഫോർമാറ്റ് എന്ന് പറയും. ഈ എഴുതി ഉണ്ടാക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷനെ പറയുന്ന പേരാണ് അഥവാ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയും. പേരാണ് മക്കളെ. ഓക്കെ, കൈവശിക്കാൻ ചെയ്യും. പാർട്ണർഷിപ്പിന്റെ എല്ലാ ടേംസും കണ്ടീഷൻസ് പറയുന്ന ഡോക്യുമെന്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ്. അതിന്റെ കണ്ടന്റ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. പാർട്ണർഷിപ്പിന്റെ എന്തൊക്കെ പറയും സാറേ? പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടാവും? അതിന്റെ നെയിം ഉണ്ടാവും, കമ്പനിയുടെ പേര് എന്തായാലും വേണം അവിടെ. പിന്നെ എന്ത് വേണം? എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരുടെ പേരും അവരുടെ അഡ്രസ്സും വേണം. വേണ്ടേ? നാളെ പോയി അന്വേഷിക്കട്ടെ. പിന്നെ എന്തൊക്കെ വരും? നേച്ചർ ആൻഡ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്, എവിടെയാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്, അതിന്റെ ലൊക്കേഷനും അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും വരും. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്, എത്ര കാലത്തേക്കാണ് ഈ പാർട്ണർഷിപ്പ് ഉദ്ദേശിക്കുന്നത്? 1 വർഷത്തേക്കാണോ 5 വർഷത്തേക്കാണോ? അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്താണ് എഗ്രിമെന്റിൽ വേണ്ടത്? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ണർ അല്ലെ. എയും ബി എന്ന് പറഞ്ഞ 2 പാർട്ണർ ഉണ്ടെങ്കിൽ ആര് എത്രയൊക്കെ രൂപ വീതം കൊണ്ടുവന്നു എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അവര് തമ്മിൽ എത്രയൊക്കെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ വീതം വെക്കണമല്ലോ, ഈക്വലി ആണോ വെക്കേണ്ടത്, അതോ സെപ്പറേറ്റ് പോർഷൻ ഉണ്ടോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. പിന്നെ എന്ത് വേണം? റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ആക്റ്റീവ് പാർട്ണർ ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ണർ ഉണ്ട് എന്നൊക്കെ. അപ്പൊ ഇതിനകത്ത് ആരൊക്കെയാണ് ആക്റ്റീവായിട്ട് കമ്പനിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എത്ര പേരൊക്കെയായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് അവിടെ മെൻഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ എന്തും കൂടെ വേണം? ആർക്കെങ്കിലും ഇനി സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. മക്കളെ, അപ്പൊ പാർട്ണർഷിപ്പിന്റെ ഒരു 5 കണ്ടന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കിടക്കുന്നത് കേട്ടോ. ഇനി പോകുന്നത് അടുത്ത ഫോമിലേക്കാണ് നെക്സ്റ്റ് വരുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മളെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്
ആക്ടിൽ പഠിക്കണം കേട്ടാ. 90-12 അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ എഴുതുന്നുണ്ട് സാറേ. ഇവിടെ നമ്മൾ പഠിക്കുന്ന ആകെ എന്താണ് 5 ഫോമില് ആകെ ഈ ഒരു ഫോമില് മാത്രം മോട്ടീവ് വെൽഫെയർ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പ്രോഫിറ്റ് മൈൻഡഡ് ആണ്. ഇതാണല്ലോ. അപ്പൊ നമ്മുടെ എല്ലാ മെമ്പേഴ്സിന്റെയും വെൽഫെയർ അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു സൊസൈറ്റിയാണ് എന്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ ക്ഷേമം നോക്കിയാൽ മതി. നാട്ടുകാരെ നോക്കത്തേയില്ല. ഇതാണല്ലോ. ഇനി ഫീച്ചറിലേക്ക് വരാണെങ്കിൽ വോളണ്ടറി മെമ്പർഷിപ്പ് ആണ്. ഓപ്പണാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാം. ആരും നമ്മളെ നിർബന്ധിക്കൂല, ആരും നമ്മളെന്താണ് ഫോഴ്സ് ചെയ്യൂല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി ചേരാം, ഇല്ലെങ്കിൽ പോരാ. ഇനി ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇത് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. കോപ്പറേറ്റീവ് 90-12 പ്രകാരം നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ആയിരിക്കണം. ഇനി ഇവിടെ വരുന്ന എത്ര മെമ്പർ ഉണ്ടെങ്കിലും അവരുടെ ബാധ്യത എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇനി കൺട്രോൾ എന്ന് പറയുന്നത് 10 പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 10 പേരിട്ട് ഒരു മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുക്കും. അത് വോട്ടിംഗ് വഴിയാണ് ചെയ്യാട്ടോ. 1 man 1 vote. മക്കളെ 1 man 1 share അല്ലട്ടാ, 1 man ഒരാൾക്ക് 1 വോട്ട് എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഫോം പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ സർവീസ് ഈസ് ദി മോട്ടോ നോക്കാം. 1 man 1 vote, സർവീസ് ഈസ് ദി മോട്ടോ, വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോം ആയിരിക്കും. സെറ്റ് ആണ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. അപ്പൊ അതാണ് അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത്. ഒരാൾക്ക് 1 വോട്ടിലൂടെ ഒരു മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ പറ്റും. അവരാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ഇനി അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർവീസ് കണ്ടിന്യൂറ്റി ഉണ്ട്. ഓൾറെഡി ഉള്ള ഒരു പാർട്ണർ മരിച്ചാലും മറ്റുള്ളവർക്ക് പോയിക്കോളും. അടുത്തത് ഇനി ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ അളവ് വളരെ കുറവായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, അത് കുറേശ്ശെ എല്ലാവർക്കും ഡിവിഡന്റ് കുറച്ച് കുറവേ കിട്ടത്തുള്ളൂ. ഓക്കെ മക്കളെ. അപ്പൊ ഫീച്ചർ നിങ്ങൾ ഏറ്റവും പഠിക്കാൻ വേണ്ട കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മെറിറ്റും ഡിമെറിറ്റും ജസ്റ്റ് 3 പോയിന്റ്സ് നോക്കി പോകാം. എളുപ്പമുള്ളത് പഠിച്ചാൽ മതി. ഒന്ന്, എല്ലാവർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. എക്സിസ്റ്റൻസ് ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്. കാരണം എന്താണ്, ഒരാൾ മരിച്ചാലും നമ്മളവിടെ നിൽക്കും അല്ലെ. ഇനി ലിമിറ്റേഷൻ പറയുകയാണെങ്കിലോ റിസോഴ്സസ് വളരെ കുറവായിരിക്കും. മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആളുകളല്ലേ, എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. ഇനി സീക്രസി കുറവ്. ഓൾറെഡി 10-15 പേരൊക്കെ ഉണ്ടെങ്കിൽ സീക്രസിക്ക് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയില്ലേ. ഇനി ഒരുപാട് ആളുകൾ സംഭവിക്കും, ഡിഫറൻസ് ഒപ്പീനിയൻ ആകും, കോൺഫ്ലിക്റ്റ് ആകും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഏതെങ്കിലും 3 പോയിന്റ് വെച്ച് ഇവിടെ ഒന്ന് നോക്കി വെച്ചേക്കാം. പഠിച്ച പോയിന്റ് പഠിക്കാണ്ട് എളുപ്പമുള്ളത് പഠിക്കുക. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചറും അതിന്റെ സ്വഭാവവും ഒക്കെ അനുസരിച്ച് 6 ടൈപ്പ് സൊസൈറ്റീസ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണേ. ഫസ്റ്റ് ആണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി 10th ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അതായത് കൺസ്യൂമേഴ്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കുറച്ച് കൺസ്യൂമേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സൊസൈറ്റി ഫോം ചെയ്യും. എന്നിട്ട് അവർ ഗുഡ്സ് ആൻഡ് സർവീസ് കൊണ്ടുവന്നിട്ട് കൺസ്യൂമറുടെ താല്പര്യപ്രകാരം കുറഞ്ഞ പൈസക്ക് വിൽക്കും. അപ്പൊ ഇതേപോലെ കൺസ്യൂമറുടെ താല്പര്യങ്ങളെ പരിഗണിക്കുന്ന സൊസൈറ്റിയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ എന്താ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് അവരായിട്ട് പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന, അവരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിട്ട്, അവർക്ക് ഏറ്റവും നല്ല വിറ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇതേപോലെ പ്രൊഡ്യൂസർ സൊസൈറ്റീസ് ഫോം ചെയ്യും. അടുത്തതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഫാമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും അപ്പൊ ഇതന്നെയാണ് എന്ത് പറയാ, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് പറയാ. അടുത്തതാണ് ഫാമേഴ്സ്. ഫാമേഴ്സ് പറയുമ്പോ ഫാമേഴ്സിന് എളുപ്പത്തിന് വളവും അവർക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞ വിലയിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഒപ്പിച്ചു കൊടുക്കണത് ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ 10 പേര് നമ്മളെ മെമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കുറഞ്ഞ നിരക്കിൽ ലോൺ കിട്ടും. ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇൻട്രസ്റ്റ് കുറഞ്ഞ നിരക്കിൽ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്ന സൊസൈറ്റിയാണെന്ത്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹൗസിംഗ് ആണെങ്കിലോ വീട് പണിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സൊസൈറ്റിയാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു 5 എണ്ണം വൃത്തിയായിട്ട് 2 സെന്റൻസ് വെച്ച് എഴുതാൻ എന്തായാലും പഠിക്കാം. 5 പഠിക്കാം, കാരണം 5 മാർക്കും ചോദിക്കുന്നതിന്. ക്ലിയറാണ് മക്കളെ? കേട്ടോ. ഓക്കെ. ഇനി അടുത്തതാണ് അടുത്തൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ. അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എങ്ങനെയായിരിക്കും സാറേ? ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഏതാണ് ആക്ട് സാറേ വിളിച്ചേ? ഇന്ത്യൻ കമ്പനി ആക്ട്. ഇന്ത്യൻ കമ്പനി ആക്ട് ഏതാണ് പറഞ്ഞേ? 2013 ആണ് ചോദ്യം. 13 ആണ് കേട്ടോ. അപ്പൊ എന്താണ് 13/1956 അനുസരിച്ച് രജിസ്റ്റേർഡ് കമ്പനിയാണ് എന്ത് പറയുന്നത്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. സാറേ കഴിഞ്ഞത്
ഓക്കെ. അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ഇത് മസ്റ്റ് ബി രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒക്കെ ഉണ്ട്, പിന്നെ എന്താണ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്, കോമൺ സെയിൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയാ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മീനിങ് എന്ന് പറയാ. ഈ ഒരു ഫീച്ചറിലേക്ക് പോകാം. പഠിച്ച ഡെഫിനിഷൻ തന്നെയാണ് ഫീച്ചറായിട്ട് വരാം. ഫസ്റ്റ് ഫീച്ചർ ഒന്ന് ആർട്ടിഫിഷ്യൽ പേഴ്സൺ, അത് ക്രിയേറ്റഡ് ബൈ ലോ ആണ്, അല്ല നിയമം മൂലം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. ഇനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലെ, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെമ്പറും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിങ്ങൾ ഓൾറെഡി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇതേപോലെ ബിസിനസ്സും ഓണറും വേറെ വേറെയാണ്. ഇനി ഫോർമേഷൻ എന്ന് പറയുമ്പോൾ കമ്പനി ആക്ട് അനുസരിച്ച് നിർബന്ധമായിട്ടും രജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രം ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്തുണ്ട്, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ലോങ് ലൈഫ് ഉണ്ട് അല്ലെ, കണ്ടിന്യൂറ്റി ഉണ്ട്, പെർപെച്വൽ സക്സഷൻ ഉണ്ട്. ഇനി കൺട്രോൾ ഓർത്ത് വെക്കുക, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ആരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി എത്ര മെമ്പർ ഉണ്ടോ അവരുടെയൊക്കെ ബാധ്യത എങ്ങനെയാ വരാം, ലിമിറ്റഡ് ആയിരിക്കും. ഇനി കോമൺ സീൽ എങ്ങനെയാ വരാം, കോമൺ സീൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചർ ആയിരിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം മക്കളെ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ മെമ്പർ എന്താ വിളിക്കുക, ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും. ഇല്ലേ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മെമ്പറിനെ വിളിക്കുക ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും. പാർട്ണർഷിപ്പിലെ ആണെങ്കിലോ പാർട്ട്ണർ എന്ന് വിളിക്കും. അതുപോലെ സോൾ പ്രൊപ്പറേറ്റർ പറഞ്ഞു, സോൾ ട്രേഡർ ആണെങ്കിലും സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞു. ഇനി ഇത് സാറ് ജോയിന്റ് ബിസിനസ് ആണെങ്കിൽ കോ പാർട്ട്നേഴ്സ് ഉണ്ട്, ഓർത്ത് വെക്കുക. സൊസൈറ്റി ആണെങ്കിലോ മെമ്പേഴ്സ് എന്ന് വിളിക്കും. സെറ്റാണെങ്കിൽ ഐസി കാണിച്ച് ഇത്രയും ഓർത്ത് വെക്കണം കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതിന്റെ മെറിറ്റിലേക്ക് മൂവ് ചെയ്യാണ്. മെറിറ്റ് പറയുകയാണെങ്കിൽ സാർ എങ്ങനെയായിരിക്കും, ഹ്യൂജ് ക്യാപിറ്റൽ ആണ്, അതേപോലെ തന്നെ എന്തായിരിക്കും എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ. കാരണം ജോയിന്റ് സ്റ്റോക്ക് പല ആൾക്കാരുടെയും സ്റ്റോക്ക് ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ലിമിറ്റഡ് ലൈബിലിറ്റി ആണ്, എല്ലാ നമ്പേഴ്സിന്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. പെർപെച്വൽ എക്സിസ്റ്റൻസ് അഥവാ കണ്ടിന്യൂറ്റി അവിടെ ഉണ്ട്. പിന്നെ എന്തുകൂടി ഉണ്ട് അവിടെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പറഞ്ഞു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരിക്കും അല്ലെ, കാര്യങ്ങളൊക്കെ റിസർച്ച് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരു അടിപൊളി മാനേജിംഗ് കമ്മിറ്റികൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓൾറെഡി പറഞ്ഞു ഈ സാധനം തുടങ്ങാൻ കുറെ അധികം നൂലാമലകളുണ്ട്, കുറെ ആക്ടുകളൊക്കെ നമ്മൾ നോക്കണം. ഇനി എന്താണ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോമില് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഇനി കമ്പനി ആക്ട് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനും റെഗുലേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് മെമ്പർ വരുമ്പോൾ ഡിസിഷൻ എടുക്കാൻ വൈകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ്, മെമ്പേഴ്സിന്റെ ഇടയിൽ അവർ താല്പര്യം പരിഗണിക്കുമ്പോൾ അടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിന് മെറിറ്റും ഡിമെറിറ്റും ഉറപ്പായിട്ടും 4 പോയിന്റ് പഠിക്കണം കേട്ടോ മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറയാൻ പോകുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തന്നെ ശ്രദ്ധിക്കാം. 2 ടൈപ്പ് ഉണ്ട്. മൊത്തം കമ്പനികൾ 100 ടൈപ്പ് ഉണ്ട്. പ്രൈവറ്റ്, പബ്ലിക്, 1% കമ്പനി. 1% കമ്പനി നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചതുകൊണ്ട് ഇവിടെ പറയുന്നില്ല കേട്ടോ, അത് ചേർത്ത് എഴുതിക്കോളൂ. ഓക്കെ. ഇനി പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ എങ്ങനെ തിരിച്ചറിയും പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആണോ? പേരിന്റെ കൂടെ, ഫോർ എക്സാമ്പിൾ മിജിത പ്രൈവറ്റ് ലിമിറ്റഡ്, അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. വിന്നേഴ്സ് വിന്നേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ക്ലിയർ ആയില്ലേ? ഇനി പബ്ലിക് കമ്പനി ആണെങ്കിലോ ഷോർട്ട് ലിമിറ്റഡ്, ഇതൊരു പബ്ലിക് കമ്പനിയാണ്. ഓക്കെ. അപ്പൊ ഇതേപോലെ എന്താണ്, പേരിന്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനി, ലിമിറ്റഡ് ആണെങ്കിലോ പബ്ലിക് കമ്പനി. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് കമ്പനി തിരിച്ചറിയേണ്ടത്. ചിലപ്പോ ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. നോക്കാം മക്കളെ. അപ്പൊ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേര് മതി. ഓക്കെ. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 പേര് വേണം. ഇനി പ്രൈവറ്റ് ആണെങ്കിൽ മാക്സിമം എത്ര സാധനം വേണം? മാക്സിമം 200 വരെയൊക്കെ പറ്റും. പബ്ലിക് ആണെങ്കിലോ നമ്പർ ഒത്തുവയ്ക്കാൻ. ഇനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ലാസ്റ്റ് എന്താ വേണ്ടത്? പ്രൈവറ്റ് ലിമിറ്റഡ്. പബ്ലിക് ആണെങ്കിലോ ലിമിറ്റഡ് മതി. നമ്മൾ ഓൾറെഡി 7th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ടാക്കണം. ഇനി പബ്ലിക് കമ്പനി ആണെങ്കിലോ പ്രോസ്പെക്ടസ് കൊടുത്തിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓർത്ത് വെക്കണം. ഇനി ട്രാൻസ്ഫർ ഓഫ് ഷെയർ. ട്രാൻസ്ഫർ ഷെയർസ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനി ഷെയർ ആണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഞങ്ങളുടെ കമ്പനി ഷെയർ ഉണ്ട്, എനിക്ക് എന്താണ് പെട്ടെന്ന് എടുത്തുകൊണ്ട് വിൽക്കാൻ പറ്റൂല. പ്രൈവറ്റ് കമ്പനി ഷെയർ ആണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. പബ്ലിക് കമ്പനിയുടെ അങ്ങനെയല്ല, എനിക്ക് ഷെയർ എപ്പോ വേണമെങ്കിലും മേടിക്കാം, എപ്പോ വേണമെങ്കിലും വിൽക്കാം. സോ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടേഴ്സ് വേണം, പബ്ലിക് കമ്പനിയിൽ മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. സെറ്റാണ് കഴിച്ച് കാണിച്ച ഓക്കെ ആണെങ്കിൽ. ഓക്കെ അല്ലേ? ഇനി മക്കളൊരു കാര്യം ഓർത്ത് വെക്കേണ്ട, പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും മെമ്മോറാണ്ടം ഉണ്ട്. ഈ മെമ്മോറാണ്ടം സൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവരുടെ മിനിമം നമ്പർ ആണ് സൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മെമ്മോറാണ്ടത്തിൽ മിനിമം 2 പേര് സൈൻ ചെയ്യുക, പബ്ലിക് ആണെങ്കിൽ മിനിമം 7 പേര് സൈൻ ചെയ്യാം. ഓർത്ത് വെച്ചേക്കണം, 7th ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ പഠിച്ച ഈ ഫോമില് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നിങ്ങളോട് പബ്ലിക് കമ്പനിയുടെ മാത്രം എന്താണ് റൈറ്റ് ചോദിക്കാൻ ചാൻസ്, അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക ഇത് മാത്രം എഴുതി വെക്കുക.
ചിലപ്പോൾ പ്രൈവറ്റ് പബ്ലിക്കിന്റെ മാത്രം ചോദിക്കാം. നിങ്ങൾ ഏത് കമ്പനി ചോദിക്കുന്നോ നിങ്ങൾ അത് ചിന്ത ചെയ്യാം, കണ്ടൻസ് എഴുതി വെക്കാം. റൈറ്റ് ചോദിക്കുമ്പോൾ സെപ്പറേറ്റ് പഠിക്കേണ്ട, ഇത് തന്നെ എടുത്ത് എഴുതി വെച്ചാൽ മതി. സെറ്റാണ് കൈ കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ. ഇനി നോക്കേണ്ടത് ഈ പറഞ്ഞ ചോയ്സുകൾ നമ്മൾ ഈ പറഞ്ഞ ഫോമുകളിൽ ഏത് ഫോം നമ്മൾ ബിസിനസിന് വേണ്ടി അഡോപ്റ്റ് ചെയ്ത് നോക്കുന്നത് ഈ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും? കോസ്റ്റ്. അല്ലെങ്കിൽ എത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് തുടങ്ങാൻ പറ്റും, ഈസി ഓഫ് ഫോർമേഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് ഏതെങ്കിലും രണ്ട് കാര്യം, എത്ര ചെലവ് വരുന്നുള്ളതും എത്ര എളുപ്പത്തിൽ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാന്നുള്ളതാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ചിലപ്പോ കോസ്റ്റ് കുറവാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, സോൾ ട്രെൻഡ് ചൂസ് ചെയ്യാം. കോസ്റ്റ് കൂടുതലാണെങ്കിൽ എന്താണ് മറ്റേ നമ്മൾ ജോയിൻ സ്റ്റോക്ക് കമ്പനിക്ക് കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കോസ്റ്റ് നോക്കിയിട്ട് വേണം ഒരു ഫോം പോയി സെലക്ട് ചെയ്യാനായിട്ട്. ഇനി ലയബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് ജോയിൻ സ്റ്റോക്ക് കമ്പനി സൊസൈറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അൺലിമിറ്റഡ് ആണെങ്കിലും പാർട്ണർഷിപ്പോ അതുപോലെ സോൾ ട്രെൻഡിലോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി കണ്ടിന്യൂറ്റി വേണമെന്നാണെങ്കിൽ നമ്മൾ പോയിട്ട് സൊസൈറ്റിയോ കമ്പനിയോ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂറ്റി വേണ്ടെന്നാണെങ്കിലോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി മാനേജ്മെന്റ് എബിലിറ്റി, എല്ലാം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് പോയി ആരാകാം, സോൾ ട്രേഡർ ആകാം അല്ലെ. എല്ലാം മാനേജ് ചെയ്യാൻ കഴിവില്ലെങ്കിലോ നമ്മൾ പോയിട്ട് കമ്പനിയുടെ ഷെയർ ഒക്കെ മേടിച്ച് വരട്ടെ പോയിരിക്കാം. ഇനി ക്യാപിറ്റൽ കൺസിഡറേഷൻ, ഒരുപാട് ക്യാപിറ്റൽ വേണമെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോയിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ പോയിട്ട് സോൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഡിഗ്രി ഓഫ് കൺട്രോൾ, നമ്മുടെ ബിസിനസിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വേണം, ആർക്കും ഞാൻ കൊടുക്കൂല. അങ്ങനെയാണെങ്കിലോ ഇനി ആരെങ്കിലും കൊണ്ടുപോട്ടെ കൺട്രോളിനാണെങ്കിലോ നമ്മൾ പോയിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസ്സിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് പേഴ്സണൽ കോൺടാക്ട് വേണമെന്നാണെങ്കിൽ പോയിട്ട് സോൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പേഴ്സണൽ കോൺടാക്ട് വേണ്ടെന്നാണെങ്കിലോ ജോൺ സ്റ്റോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. സെറ്റ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ പോർഷൻ ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും പോർഷനാണ് സെക്കൻഡ് ചാപ്റ്ററിലുള്ളത്. ഒരു മിനിറ്റ് പോലെ സെക്കൻഡ് ചാപ്റ്ററിലുള്ളത് ഇമ്പോർട്ടൻറ്റ് പോർഷൻ നോക്കാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, പാർട്ണർഷിപ്പ്. ഇത്രയും എസ്ക്ക് വേണ്ടി മെറിറ്റും ഡിമെറിറ്റ് ഫീച്ചർ അടക്കം പഠിക്കാൻ 4 എണ്ണം കേട്ടാ. കുടിക്ക് പറയണ പോലെ സാറേ ഒന്നിരുന്നാണ് അല്ലേ. അപ്പൊ 4 എണ്ണം വെച്ച് പറയാം. നെക്സ്റ്റ് ഇനി ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് 1 പേജ് നോക്കി പഠിക്കുക. അതുപോലെ നമ്മുടെ സൊസൈറ്റീസിന്റെ ആ ടൈപ്സ് ഒക്കെ 5 മാർക്കിന് കണക്കാക്കി പഠിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഡിഫറൻസ് ഒക്കെ പഠിച്ചോളാം. പ്രൈവറ്റിന്റെ പബ്ലിക്കിന്റെ ഡിഫറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റാണ് കൈ കാണിച്ചാൽ ഒക്കെ ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീലൊക്കെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനില്ല, ഇമ്പോർട്ടന്റ് ആണ്. യെസ് പറഞ്ഞോളൂ. ഈ ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇല്ലേ, അതിന് ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ചോദിക്കോ? അത് എക്സ്പ്ലനേഷൻ ചെയ്തോട്ടെ. എക്സ്പ്ലനേഷൻ 5 പോയിന്റ് പഠിച്ചോ കേട്ടോ. എക്സ്പ്ലനേഷൻ എന്തായാലും പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ ആ ഫോംസ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അതിന്റെ ഓരോ കാര്യങ്ങളും നോക്കി കമ്പയർ ചെയ്താൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പാർട്ണർഷിപ്പും നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതിന് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നാളെ നിങ്ങൾക്ക് മോർണിംഗിൽ 6 മണി തുടങ്ങി 7:30 വരെ ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പൊ പറയുന്ന ചാപ്റ്ററിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നാളെയാണ് ഡിസ്കസ് ചെയ്യുക. കാരണം നമുക്ക് ഇനി 3 ചാപ്റ്റർ കൂടി പറയാനുണ്ട്. ക്ലിയറല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു കേട്ടോ. ഓക്കെ, വേഗം തിരിച്ചു വരാം. വീഡിയോ ഓൺ ചെയ്യുക, സീറ്റിൽ വന്നിരിക്കുക. അപ്പൊ നമ്മളുടെ ബ്രേക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പോകുകയാണ്. അപ്പൊ നമുക്കിനി 3rd ചാപ്റ്ററും 4th ചാപ്റ്ററും 5th ചാപ്റ്ററും പഠിക്കാനുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ് അതും. അപ്പൊ നമുക്കിനി 3rd ചാപ്റ്ററിലേക്ക് പോകാം സാറേ. ചാപ്റ്ററിന്റെ പേര് നോക്കാം, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. മക്കൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനെ കുറിച്ചാണ്. PSU അല്ലെങ്കിൽ PSE എന്ന് പറയട്ടെ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അഥവാ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ഷോർട്ട് ഫോമും അതുപോലെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ആകെ 3 എണ്ണുള്ളൂ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സും പബ്ലിക് കോർപ്പറേഷൻ അഥവാ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും ഗവൺമെന്റ് കമ്പനി. ഈ 3 എണ്ണാണ് അവിടെ വരാ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ വരാം. സെറ്റാണ് കൈ കാണിച്ച് ഓക്കെ ആണെങ്കിൽ മക്കളെ വേഗം വീഡിയോ ഓൺ ചെയ്തേടാ. കുറെ പേരൊക്കെ വീഡിയോ ഓഫ് ആക്കിയിട്ടിരിക്കുന്നുണ്ട്, വേഗം വീഡിയോ ഓൺ ചെയ്യാട്ടാ. ഇനി ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാലോ, ഒരു മിനിസ്ട്രിയുടെ കീഴിലാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇതിനെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയാ. എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക, കാരണം എക്സാമ്പിൾ ചോദിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേ, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശനൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം ഒക്കെ വരുന്നുണ്ട്.
ക്ലിയർ അല്ലേ? സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും, ഗവൺമെന്റ് കീഴിലായിരിക്കും ഇത് വർക്ക് ചെയ്യണമെന്ന്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്. ഫീച്ചറും മെറിറ്റൊക്കെ പഠിക്കണം മക്കളെ. ഫീച്ചർ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ ഫണ്ട് എവിടെ നിന്ന് വരാം? ഗവൺമെന്റ് ഫണ്ട് പോണതും വരുന്നത് എവിടേക്കായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഇനി അടുത്തെന്താണ്? ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടായിരിക്കും. ഇവിടത്തെ എംപ്ലോയീസ് നമ്മൾ എന്താ വിളിക്കുക? ഗവൺമെന്റ് സർവൻസ് ആണ് വിളിക്കുക. ഇനി ഇവിടെ എന്തുണ്ടായിരിക്കും? ഏത് മിനിസ്റ്ററുടെ കീഴിലാണോ ഉള്ളത് ആ മിനിസ്ട്രിയുടെ, റെയിൽവേ ആണെങ്കിൽ റെയിൽവേ മിനിസ്റ്റർ, ആ ഒരു മിനിസ്റ്ററുടെ ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. ഇനി ഇവരെന്താണ്? പബ്ലിക്കിനോട് കുറച്ചും കൂടി കൂടുതൽ അക്കൗണ്ടബിൾ ആയിരിക്കും. മക്കളെ അപ്പൊ ഏതെങ്കിലും ഒരു 3 ഫീച്ചർ എന്തായാലും പഠിക്കണം. നെക്സ്റ്റ് അടുത്തത് മെറിറ്റ് ഡിമെറിറ്റ് നോക്കാം. ലിമിറ്റേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ലിമിറ്റേഷൻ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന 2 പോയിന്റ്, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസും ഡിലേ ഇൻ ഡിസിഷൻസും 3 ഫോമിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഈ 2 ലിമിറ്റേഷൻ നിങ്ങൾ 3 വെച്ച് പഠിച്ചു വെക്കുക. ഇനി മെറിറ്റ് നോക്കുകയാണെങ്കിൽ പാർലമെന്റ്, അതുപോലെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി കൂടുതലായിരിക്കും. എന്താണ്? ഗവൺമെന്റിന്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണിത് അല്ലെ? കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫണ്ട് വരുന്നതും പോകുന്നതും ഗവൺമെന്റ് ട്രഷറിക്കായിരിക്കും. ഇനി അടുത്ത ലിമിറ്റേഷൻ പറയുമ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടി ഇന്റർഫിയറൻസ് കൂടുതലായിരിക്കും. ഡിസിഷൻസ് എടുക്കുമ്പോൾ ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്. കൺസ്യൂമേഴ്സിന്റെ നീഡുകൾ പലപ്പോഴും കൺസിഡർ ചെയ്യാറില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ അതും കൂടി ചേർത്ത് പഠിക്കാം. ഇനി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് അടുത്ത സെക്ടർ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പൊ സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്ത എന്താണത്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. എക്സാമ്പിൾ പഠിച്ചു വെക്കുക: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, KSRTC, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FC. അതൊക്കെ എന്താണ്? എക്സാമ്പിൾ ആണ്. ONGC എക്സാമ്പിൾ ആണ് മക്കളെ. അപ്പൊ C വന്നാൽ മിക്കതും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിരിക്കും. ലാസ്റ്റ് എന്തെങ്കിലും നോക്കാട്ടോ. അപ്പൊ അതെന്താണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർത്ത് വെക്കുക. അതിന്റെ ഫീച്ചർ നോക്കാം. ഒന്നാമതായിട്ട് എന്താണ്? ആക്ട് പ്രകാരമായിരിക്കും ഉണ്ടാവുക ഈ പറയുന്ന തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇതിനുണ്ടാവും. പിന്നെ ഫൈനാൻഷ്യൽ ഓട്ടോണമി ഉണ്ട്. കാരണം ഇവർക്ക് ഉണ്ടാവുന്ന പൈസയുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഇവര് തന്നെയായിരിക്കും അല്ലെ? റിസർവ് ബാങ്ക് തന്നെയാണ്. KSRTCയുടെ ഫണ്ട് KSRTC തന്നെയാണ് ഡീൽ ചെയ്യുക. പിന്നെ എന്താ പറയുക? ഇൻഡിപെൻഡന്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഇവർക്ക് ഗവൺമെന്റ് ഓഡിറ്റ് അല്ല പറയണ, സെപ്പറേറ്റ് ഓഡിറ്റ് ആയിരിക്കും ഇവർക്ക് യൂഷ്വലി ഉണ്ടാവുക. പിന്നെ എന്താണ് ഇവരുടെ ഉദ്ദേശം? സർവീസ് ആണല്ലേ? ബസ്സുകാർ എന്തെങ്കിലും നമുക്ക് സർവീസ് അല്ലേ തരണേ? ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അടുത്തെന്താ? ഓണർഷിപ്പ്. ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഫുള്ളായിട്ട് ഗവൺമെന്റ് കൺട്രോളിലായിരിക്കും. അതുപോലെ ഇവിടുത്തെ എംപ്ലോയീസ് നമ്മൾ ഒരിക്കലും ഗവൺമെന്റ് സർവൻസ് വിളിക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ SBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവിടുത്തെ എംപ്ലോയീസ് നമ്മൾ ഗവൺമെന്റ് സർവൻസ് വിളിക്കാറില്ല. ഇല്ല. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെന്റ് സർവൻസ് അങ്ങനെ വിളിക്കാറില്ല. അങ്ങനെ പഠിച്ചാൽ മതി. ഇനി മെറിറ്റ് നോക്കാം. മെറിറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഫുള്ളായിട്ട് ഒരു ഓട്ടോണമി ഉണ്ട്. പൈസ ഉണ്ടാക്കാനും അല്ലെ സർവീസ് കൊടുക്കാനൊക്കെ ഫുൾ ഓട്ടോണമി ഉണ്ട്. ഇനി ഇവരാണ് മെയിൻ ആയിട്ട് നമ്മുടെ എക്കണോമിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നത്. അതുപോലെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ കുറവായിരിക്കും. ക്ലിയറാണല്ലോ? ലിമിറ്റേഷൻ പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞ 2 പോയിന്റ് പറയാം. പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രഷർ എപ്പോഴും ഉണ്ടായിരിക്കും. ഡിസിഷൻസ് ഒക്കെ പബ്ലിക് ആയതുകൊണ്ട് എപ്പോഴും ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഓട്ടോണമി സ്റ്റാറ്റസ് കൂടുമ്പോൾ എന്ത് കൂടും സാറേ? കറപ്ഷൻ ഉള്ള അഴിമതി എത്തിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഗവൺമെന്റ് ഇന്റർവ്യൂസ് കുറവാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ചാൽ KSRTCക്കാർക്ക് ശമ്പളം കിട്ടാറില്ല എന്നൊക്കെ കേൾക്കാറില്ല. ഗവൺമെന്റ് സർവൻസ് ബാക്കി എല്ലാവർക്കും ശമ്പളം വരാറില്ലേ? കറക്റ്റ് ആയിട്ട് KSRTCക്കാർക്ക് ഓക്കെ. ഇനി അടുത്തതാണ് ഗവൺമെന്റ് കമ്പനി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യൻ കമ്പനി ആക്ട് അനുസരിച്ച് എന്നാൽ ഗവൺമെന്റിന്റെ കയ്യിൽ എന്താണ് 51% ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് എന്ത്? ഗവൺമെന്റ് കമ്പനി. പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ, 51% കുറയാതെ ആരുടെ കയ്യിൽ ഷെയർ വേണം? ഗവൺമെന്റ് കയ്യിലോ സെൻട്രൽ ഗവൺമെന്റ് കയ്യിലോ രണ്ടിനും കൂടി ഷെയർ ഉണ്ടായിരിക്കണം. മെജോറിറ്റി ആരുടെ കയ്യിലായിരിക്കണം? ഗവൺമെന്റ് കയ്യിലായിരിക്കണം അല്ലെ? അപ്പൊ അതിനാണ് എന്ത് പറയാ? ഗവൺമെന്റ് കമ്പനി എന്ന് പറയാ. ഇത് മസ്റ്റ് ബി ഇന്ത്യൻ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റേർഡ് ആയിരിക്കണം. എക്സാമ്പിൾ ഓർത്ത് നോക്കിയേ, ഭാരത് ഹെവി അല്ലെ BHEL പറയാം, സെയിൽ പറയാം. അപ്പൊ നിങ്ങള് ലാസ്റ്റ് എല്ലുള്ള ലിമിറ്റഡിന്റെ എല്ലുള്ള മിക്കതും എന്തായിരിക്കും? ഗവൺമെന്റ് കമ്പനി ആയിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ഫീച്ചർ പറയുകയാണെങ്കിൽ ഇതിനൊരു കോർപ്പറേറ്റ് ബോഡി ഉണ്ട് അല്ലെ? നമ്മുടെ ഇന്ത്യൻ കമ്പനി ആക്ട് അനുസരിച്ചുള്ള ഒരു കോർപ്പറേറ്റ് ബോഡി ഉണ്ട്. ഇനി സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, ഓൾറെഡി രജിസ്ട്രേഷൻ നമുക്ക് എന്ത് കിട്ടും? സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കിട്ടും. ഇനി മാനേജ്മെന്റ് ഒക്കെ കമ്പനിയുടെ ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. മെമ്മോറാണ്ടം അസോസിയേഷൻ ഒക്കെ കമ്പനി ആയതുകൊണ്ട് മെമ്മോറാണ്ടം ഉണ്ട്, ആർട്ടിഫിഷ്യൽ അസോസിയേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഫണ്ട്, ഇതിന് ഫണ്ട് വേണം വെക്കാൻ പറ്റും. 51% ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ബാക്കി 49% പ്രൈവറ്റ് കയ്യിൽ നിന്നും എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന് ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി മെറിറ്റ് പറയുകയാണെങ്കിലോ നമുക്ക് ഈസി ആയിട്ട് കമ്പനി ആക്ട് അനുസരിച്ച് ഫോം ചെയ്യാൻ പറ്റും. ഓൾറെഡി പറഞ്ഞു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിരിക്കും.
ഓക്കെ. ഇനി ലിമിറ്റേഷൻ പറയുകയാണെങ്കിലോ പൊളിറ്റിക്കൽ ഇന്റർഫിയൻസ് ഉണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞ അതേ സാധനം ഫീച്ചറാണ് വന്നേക്കുന്നത്. അതുപോലെ ഓട്ടോണമി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും എപ്പോഴെങ്കിലും സ്വപ്നം കാണാൻ പറ്റില്ല. ഓക്കെ. നെക്സ്റ്റ് എന്താണ് അക്കൗണ്ടബിലിറ്റി. പാർലമെന്റിനോട് ഉത്തരവാദിത്തം പറയേണ്ട സാഹചര്യങ്ങൾ ഇവിടെ വളരെ കുറവായിരിക്കും. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് 4 മാർക്കിനും 5 മാർക്കിനും ചോദിച്ചു ഒരുപാട് കണ്ടിട്ടുണ്ട്. ഗ്ലോബൽ എന്റർപ്രൈസസ് അഥവാ MNCs അതിന്റെ ഫുൾ ഫോം എടുത്ത് ചെയ്യും മൾട്ടിനാഷണൽ കമ്പനീസ് അഥവാ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയും. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, മറ്റു കൺട്രിയിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും. അതിനാണ് ഇത് പറയാ ഗ്ലോബൽ എന്റർപ്രൈസ്. ഓക്കെ. ഈ ലോഗോയിൽ കാണുന്ന കമ്പനികളൊക്കെ നിങ്ങൾ അമേരിക്ക പോയാലും കാണാം, ഇന്ത്യയിൽ വന്നാലും കാണാം, എല്ലായിടത്തും കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതിന്റെ ജസ്റ്റ് 2-3 എക്സാമ്പിൾ ഒക്കെ ഓർത്ത് വെച്ചേക്കാം. ഇനി ഏത് കൺട്രിയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് പറയാ, അതിനെ ഹോം കൺട്രി, പാരന്റ് കൺട്രി, ഹോം കൺട്രി എന്ന് പറയും. എവിടേക്കാണ് ബിസിനസ് നമ്മൾ എന്താ പറയാ, ഹോസ്റ്റ് കൺട്രീസ് പറയും. ഇനി ബ്രാഞ്ചുകൾ നമ്മൾ എന്താ വിളിക്കുക, ബ്രാഞ്ചുകൾ വിളിക്കുന്ന പേരാണ് MOFA, മെജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാ, മെജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ് എന്നാണ് നമ്മുടെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര്. സെറ്റാണ് കൈവശിക്കാൻ MOFA. കിട്ടൂലത്. ഇനി എന്റെ ഫീച്ചറിലേക്ക് വരാം. ഫീച്ചർ പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലായിടത്തും ബിസിനസ് ആണ്. അപ്പൊ നല്ല ക്യാപിറ്റൽ. ഇനി സെൻട്രലൈസ്ഡ് കൺട്രോൾ. ഓൾറെഡി എവിടെയാണ് ഹെഡ് ഓഫീസ് ഉള്ളത്, അപ്പൊ ഹെഡ് ഓഫീസ് ആയിരിക്കും എന്ത് ചെയ്യാ, എല്ലാ ബാക്കിയുള്ള ഹോസ്റ്റ് കൺട്രീസിലെ ബ്രാഞ്ചുകളെ കൺട്രോൾ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് പുതിയ ടെക്നോളജീസും കാര്യങ്ങളും മോഡേൺ ആയിരിക്കും. കാരണം ഗ്ലോബൽ മാർക്കറ്റ് ആണ്, കസ്റ്റമേഴ്സിന് അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര പവർ ആയിരിക്കും. നെക്സ്റ്റ് അഗ്രസീവ്. അതായത് പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ പിടിക്കുക അല്ലെ, പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്യാൻ വേണ്ടി അഗ്രസീവായിട്ട് ഒരുപാട് പ്രൊമോഷൻ ടെക്നിക്സ് ഉണ്ടായിരിക്കും. അതിനാണ് പറയാ അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയാ. അടുത്ത നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് അടുത്തത് ഫോറിൻ കൊളാബറേഷൻ. ഇവര് നമ്മളിപ്പോ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റുമായിട്ടും പബ്ലിക്കിനായിട്ടും കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് എല്ലായിടത്തും പോയിട്ട് കൊളാബറേഷൻ എടുക്കും. അടുത്തത് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇവര് മെയിൻ ഒരു എന്താണ് ഫീച്ചറാണ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. ഇതായിരിക്കും അവർ തന്നെ എപ്പോഴും പ്രൊഡക്റ്റിനെ ഇന്നോവേറ്റീവ് ആയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ഫീച്ചർ 5 എണ്ണം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് PPP. കേട്ടോ, ഇതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. മാറ്റി എഴുതുക. ആദ്യം പബ്ലിക് ചെയ്യുക, ദെൻ പ്രൈവറ്റ് ചെയ്യുക, പാർട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു സ്റ്റേഡിയം പണിയണം അല്ലെ സാറേ, അത് നമുക്കൊരു എന്താണ് പവർ ജനറേഷൻ പ്ലാന്റ്സുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വാട്ടർ സാനിറ്റേഷൻ, അത് നമുക്ക് റോഡ് അല്ലെ ഇപ്പൊ NH ഒക്കെ പണിയുന്നത്. അപ്പൊ ഇതേപോലെ ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ വലിയ പ്രൊജക്ടിന് വേണ്ടിയിട്ട് പബ്ലിക്കും പ്രൈവറ്റും കൂടി ജോയിന്റ് ആയിട്ട് ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഇത് പറയാ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഇതില് ആ പ്രൊജക്റ്റും പൈസയും ഇറക്കുന്നത് പബ്ലിക് ആയിരിക്കും, പണി എടുക്കുന്നത് പ്രൈവറ്റ് പാർട്ടിയായിരിക്കും. ക്ലിയറല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനാണ് ഇത് പറയാ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയാം. അതിന്റെ പ്രൊഡക്റ്റുകളാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം. റോഡ് അല്ലെങ്കിൽ എന്താണ് എയർപോർട്ടുകൾ, ഇതൊക്കെ എന്താണ് ഇതിന്റെ കീഴിലുള്ളതാണ്. ഓക്കെ അല്ലേ? അല്ലേ? അതായത് ഓരോ സ്ഥലത്തും വേറെ പാർട്ട്നേഴ്സ് പ്രൈവറ്റ് കമ്പനിക്കാരാണ് റോഡ് റോഡിലേക്ക് പോകാൻ. നെക്സ്റ്റ് അടുത്തത് ഗവൺമെന്റ് പോളിസി ടുവേഴ്സ് പബ്ലിക് സെക്ടർ സിൻസ് 1991. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഈ ചാപ്റ്ററിൽ പബ്ലിക് സെക്ടറിനെ കുറിച്ചാണ്. പബ്ലിക് സെക്ടർ ഈ എന്താണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പരിഷ്കാരങ്ങൾ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് സെക്ടറിൽ വന്ന ആദ്യത്തെ പരിഷ്കരണമാണ് എന്ത്, ഡീ റിസർവേഷൻ. അതായത് പബ്ലിക്കിന് വേണ്ടി മാത്രം വെച്ചേക്കുന്ന ഏരിയാസ് പ്രൈവറ്റിന് കൊടുക്കാം. അപ്പൊ ചിലപ്പോൾ 1 പേജ് ചോദിക്കും കേട്ടോ, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളത് പ്രൈവറ്റിന് കൊടുത്തു, അത് എന്ത് ടൈമാണ്, ഡീ റിസർവേഷൻ ആണ്. പിന്നീട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ എയർ ഇന്ത്യ പറയാം. നമുക്ക് എയർ ഇന്ത്യ ആദ്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അണ്ടർടേക്കിംഗിൽ സെക്ടർ ആയിരുന്നു, നമ്മളത് പ്രൈവറ്റിന് വിറ്റു, ടാറ്റയ്ക്ക് വിറ്റു അല്ലെ. അപ്പൊ ഇതേപോലെ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ മൊത്തം ഷെയർ പ്രൈവറ്റിന് വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഇത് പറയാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ. അടുത്തതാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർടേക്കിംഗ്. ഷോർട്ട് ഫോമും നോക്കി വെക്കാൻ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചേക്കാം. MOU. അതായത് പബ്ലിക് കമ്പനിയുടെ ആ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പബ്ലിക് കമ്പനിക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഒരു ടാർജറ്റ് കൊടുക്കും, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറയും. അപ്പൊ ടാർജറ്റും കൊടുത്തിട്ട് ഓട്ടോണമി കൊടുക്കുന്ന ആ ഒരു പരിപാടിയാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അസോസിയേഷൻ അല്ല. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഒക്കെ ആണെങ്കിൽ പബ്ലിക് കമ്പനിക്ക് ഒരു ടാർജറ്റ് കൊടുക്കും, പ്രവർത്തിക്കാനുള്ള ഫ്രീഡം കൊടുക്കും. അതിനാണ് പറയാ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പറയാം. സെറ്റാണ് കൈവശിക്കാൻ ഷിഫാനെ? ഓക്കെ അല്ലടാ? ഓക്കെ. യെസ്. നെക്സ്റ്റ് നമ്മളിനി ചാപ്റ്റർ 4. യെസ്, ചാപ്റ്റർ 4 സാർ. നെക്സ്റ്റ് ആണ്. ഓക്കെ. ചാപ്റ്റർ 4 നമുക്ക് ലാസ്റ്റ് പറയാം സാർ. അങ്ങനെയാണെങ്കിൽ
ഓക്കെ ഉണ്ട്. ചാപ്റ്റർ 5 പറയുമ്പോൾ ചാപ്റ്റർ 4 അപ്പൊ നോക്കാം. അപ്പൊ ചാപ്റ്റർ 3 നമുക്ക് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 3 ഫോംസും അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പഠിക്കണം. മൾട്ടിനാഷണൽ കമ്പനി ഫീച്ചർ പഠിക്കണം. അതുപോലെ ലാസ്റ്റ് പറഞ്ഞ പോർഷൻ PPP MOU ഒക്കെ പഠിച്ചു വെക്കാം. ഇനി ചാപ്റ്റർ 4ലേക്ക് ഒരു വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ പഠിക്കേണ്ട വളരെ കുറവുള്ളൂ. നോക്കി വെക്കുക. ഫസ്റ്റ് ബിസിനസ് സർവീസ് എന്നാണ് ചാപ്റ്ററിന്റെ പേരുകൾ. എന്താ പഠിക്കുക? 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ essay പ്രതീക്ഷിക്കുന്നു കേട്ടോ. essay ഇമ്പോർട്ടന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ചാപ്റ്റർ ഫസ്റ്റ് പഠിക്കുന്ന സർവീസിനെ കുറിച്ചാണ്. സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. നമ്മളൊരു ആക്ടിവിറ്റി സ്മൂത്ത് ആയിട്ട് പോകാനുള്ള ഹെൽപ്പിംഗ് സോഴ്സ് ആണ് സർവീസസ്. ഓക്കെ, അപ്പൊ സർവീസസിന്റെ നമുക്ക് സർവീസസിന്റെ ഫീച്ചറോ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നെന്താണ്? ഇൻടാഞ്ചിബിൾ ആയിരിക്കും. രണ്ടാമത് ഇൻവെന്ററി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. ഡിഫറൻസ് പഠിച്ചാൽ എഴുതാൻ പറ്റൂല. ഇൻകൺസിസ്റ്റന്റ് ആണ്. ഡിഫറൻസ് പഠിച്ചാൽ മതി, അത് എഴുതാൻ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇൻടാഞ്ചിബിൾ, ഇൻകൺസിസ്റ്റൻസി, ഇൻവെന്ററി, എന്താണ്? ഇൻസെപ്പറേറ്റബിൾ. ഇതൊക്കെ സർവീസ് ഒരേപോലെ ആയിരിക്കില്ല അല്ലെ? അപ്പൊ നോക്കാം. അടുത്തതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സർവീസ് പഠിക്കാം. സർവീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഉണ്ട്. ബിസിനസ് സർവീസ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പേഴ്സണൽ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട കേസാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസ് ആൻഡ് ഗുഡ്സ്. എന്തായാലും പഠിക്കാം. സർവീസും ഗുഡ്സും ഒരു ഡിഫറൻസ് ഉണ്ട് സാറേ. ഉണ്ട്, ഉറപ്പായിട്ടും. സർവീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ആക്ടിവിറ്റി, ഒരു പ്രോസസ്സാണ്. ഗുഡ്സ് അങ്ങനെയല്ല, ഫിസിക്കൽ ഒബ്ജക്റ്റ്. ഫോൺ ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ് അല്ലെ? നെക്സ്റ്റ് അടുത്തത് സർവീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെറ്ററോജിനസ് ആണ് അല്ലെ? പല രീതിയിൽ പഠിപ്പിക്കാം, രോഗിയെ ശുശ്രൂഷിക്കാം, സർജറി ചെയ്യാം, ഓരോന്നും ഓരോ രീതിയിലായിരിക്കും. അപ്പൊ സർവീസ് പറയുന്നത് പലർക്കും പല രീതിക്കാണ് കിട്ടാൻ. ഗുഡ്സ് അങ്ങനെയല്ല, എല്ലാവർക്കും ഇങ്ങനെയാണ് ഒരേപോലെയാണ് കിട്ടുക. ഓക്കെ, ഇനി ടാഞ്ചിബിൾ പറയുമ്പോൾ സർവീസ് ഒക്കെ കാണാൻ പറ്റും സാറേ. പക്ഷെ ഗുഡ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഇനി ഇൻവെന്ററി സർവീസ് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും സാറേ? പറ്റത്തില്ല, അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. പക്ഷെ ഗുഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഗുഡ്സ് ഭാവിയിലേക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇൻകൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കും? പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും സർവീസ് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുക. ഗുഡ്സ് അങ്ങനെയല്ല, എങ്ങനെ ഡിമാൻഡ് ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ ഞാൻ പോണത് ചിലപ്പോൾ തലവേനക്കായിരിക്കും, ഇവിടെ മിസ് പോണത് ചിലപ്പോൾ മുപ്പരിപ്പിനായിരിക്കും. നല്ല പറ. അപ്പൊ എനിക്ക് പനിക്കായിരിക്കും പോണത്, അങ്ങനെ ഓക്കെ. അതുപോലെ തന്നെ ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക അല്ലെ? നമ്മളിപ്പോ എങ്ങനെ കിട്ടുള്ളൂ? ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫോൺ വാങ്ങിയെങ്കിൽ എന്താണ്, ഇപ്പൊ വിവോന്റെ ഫോൺ ആണെങ്കിൽ എനിക്ക് സാറിന് ഇതേ പ്രൊഡക്റ്റ് ആണ് കിട്ടുക അല്ലെ? പറഞ്ഞു, ഞാൻ പറഞ്ഞ ടൈപ്പ് ഫോണാണ്. അപ്പൊ നോക്കി ഇതേപോലെ എന്താണ് ഡിഫറെന്റ് കസ്റ്റമേഴ്സിന് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഡിഫറൻസ് നിങ്ങൾ 5 പോയിന്റ് എന്തായാലും പഠിച്ചു വെക്കണം. സെറ്റ് ആണെങ്കിൽ വിശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ബിസിനസ് സർവീസസ്. അതൊക്കെ നിങ്ങൾ നോക്കുക. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബിസിനസിന് എത്ര ടൈപ്പ് സർവീസ് ഉണ്ട്? ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസ്, കമ്മ്യൂണിക്കേഷൻ, പോസ്റ്റല്, ടെലികോം. ഇതിന് ആദ്യം പറയാണ് പോസ്റ്റലിന്റെ സർവീസ് എന്ന് പറയുന്നത് 2 എണ്ണാണ്. മെയിൽ ഫെസിലിറ്റിയും ഫിനാൻഷ്യൽ ഫെസിലിറ്റിയും. കിട്ടിയില്ലേ? മെയിൽ ഫെസിലിറ്റിയും ഫിനാൻഷ്യൽ ഫെസിലിറ്റി. ടെലികോം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ സ്പീഡി ആയിട്ടുള്ള സർവീസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. ഇനി കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി അറിയാം, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് സർവീസ് ആണ്. വെയർഹൗസിംഗോ, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലോ, ഇൻഷുറൻസ് ആണെങ്കിലോ, റിസ്ക് റിമൂവ് ചെയ്യുന്നത്. ബാങ്കിങ് ആണെങ്കിലോ ഫിനാൻസ് അറേഞ്ച് സർവീസ് ആണ്. അപ്പൊ എന്താണ് ബാങ്കിങ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. എന്താ ബാങ്കിങ്? നമ്മള് ബാങ്ക് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്ററുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് പൈസ ആവശ്യപ്പെടുന്ന ചെയ്യും, പൈസ ലെൻഡ് ചെയ്യും. ആ പരിപാടിയാണ് എന്ത്? ബാങ്കിങ് എന്ന് പറയാം. ബാങ്കിലെ ടൈപ്സ് ഓഫ് ബാങ്ക് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഉണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് സാറേ സാധാരണഗതിയിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യുന്ന ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഫോർ എക്സാമ്പിൾ അതിന് പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്. ഇതൊക്കെ പ്രൈവറ്റ്. എക്സാമ്പിൾ HDFC പ്രൈവറ്റ് ആണ്, HDFC ബാങ്ക് അല്ലെ? അതൊക്കെ എന്താണ്? ഫെഡറൽ ബാങ്ക് പ്രൈവറ്റ് ആണ്. പബ്ലിക് എന്ന് പറയുമ്പോൾ കാനറ പബ്ലിക് ആണ്, അതുപോലെ SBI പബ്ലിക് ആണ്. വേറെ അപ്പൊ പ്രൈവറ്റും പബ്ലിക്കും ബാങ്കുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ പ്രദേശത്തുള്ള സഹകരണ ബാങ്കുകളാണ്. അവരെല്ലാവർക്കും സർവീസ് കൊടുക്കൂല, അവരെ മെമ്പർ ആകുന്ന ആളുകൾക്ക് മാത്രം സർവീസ് കൊടുക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ പോയിട്ട് അക്കൗണ്ട് എടുത്താൽ മതി. ഇവിടെ മെമ്പർ ആയാലേ കൊടുക്കുള്ളൂ സർവീസ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക കാറ്റഗറി, ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ടിന് ഇമ്പോർട്ടിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, വലിയ പ്രൊജക്ടിന് വേണ്ടിയിട്ട്, അങ്ങനത്തെ ബാങ്കാണ് എന്ത്? സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. അടുത്തത് സെൻട്രൽ ബാങ്ക്. ഇപ്പൊ പറഞ്ഞ എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. മക്കളെ അത് പഠിക്കുമ്പോൾ ആരാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്കുകളുടെ ബാങ്കാണ്. ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. അതുപോലെ കറൻസി പ്രിന്റ് ചെയ്യുന്ന ബാങ്കാണ്. പഠിച്ചു വെക്കാം. RBI എഴുതി വെച്ചേക്കാം. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഡയഗ്രാം വരച്ചേ പറ്റത്തുള്ളൂ. വേറല്ലേ?
കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ, നമ്മൾ എന്ത് പറയും അലൈഡ് ഫംഗ്ഷൻ കൂടി പറയുന്നതാണ്, അലൈഡ് ഫംഗ്ഷൻ കൂടി പറയും. ക്ലിയർ ആണല്ലോ? ഫംഗ്ഷൻ. ഓക്കെ, പ്രൈമറി എന്തൊക്കെയാണ് സാറേ? പ്രൈമറി ആകുമ്പോൾ അക്സെപ്റ്റ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണി രണ്ട് ഫംഗ്ഷൻ ആണ് മെയിൻലി പറയണത്. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താം, അക്സെപ്റ്റ് ചെയ്യും ഡെപ്പോസിറ്റ്, നമ്മൾ തിരിച്ചു കൊടുക്കാം അല്ലെ. ഇനി എന്താണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്? അതിന് നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഇപ്പൊ സാറ് ഇപ്പൊ കുറച്ച് പൈസ, സാറിന് ഇപ്പൊ 30 വയസ്സായിട്ടുണ്ട് സാറേ, 26 സാറേ പറയല്ലേട്ടാ, അവള് വിശ്വസിക്കും. തള്ളി മറിച്ച് സ്ത്രീയൊക്കെ തള്ളി പോകാമോ? അപ്പൊ സാറിപ്പോ പോട്ടെ, എന്ത് കൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 28 വയസ്സിൽ സാറിന്റെ ഡെപ്പോസിറ്റ് നടത്തി 5 വർഷത്തേക്ക് 32 വയസ്സായി കിട്ടും കേട്ടോ. അപ്പൊ സാറ് ഷോണെ മക്കളെ നിങ്ങൾ എന്നെ കണ്ടാ പറയൂ അല്ലെ? സാറിനെ കണ്ടാ പറയാൻ നോക്കില്ല, ഒന്നുമില്ല. അപ്പൊ നോക്കി നമ്മുടെ ടോപ്പിക് വിട്ടുപോയി. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോ ഒരു 5 വർഷത്തേക്ക് സാറിന് ഡെപ്പോസിറ്റ് കിട്ടും. സാറിന് എപ്പോഴാണ് കിട്ടുക? 5 വർഷം കഴിഞ്ഞിട്ട്. എങ്ങനെ കിട്ടുക? നല്ല ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടും. അപ്പൊ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് പീരീഡിൽ കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇനി പുള്ളിക്കാരൻ 5 വർഷത്തിന് മുമ്പ് പൈസ എടുത്താലോ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കുറയും. കിട്ടും നമുക്ക് പൈസ, പക്ഷെ ഇൻട്രസ്റ്റ് കുറയും. ക്ലിയർ ആണോ മക്കള് പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്തതാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് പറയുമ്പോൾ നമ്മുടെ ഷോൺ സാർ പണ്ട് ബിസിനസ്മാൻ ആയിരുന്നില്ലേ, പുള്ളിക്കാരന്റെ അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട്. എപ്പോ വേണമെങ്കിലും പൈസ വരും, എപ്പോ വേണമെങ്കിലും പൈസ പറ്റിക്കും, ഇൻട്രസ്റ്റ് ഇല്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ ബിസിനസ്മാന്റെ അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട്. എപ്പോ വേണമെങ്കിലും പൈസ വരാം, എപ്പോ വേണമെങ്കിലും പൈസ പോകാം, ഇൻട്രസ്റ്റ് ഇല്ല. ഇനി സേവിങ്സ് അക്കൗണ്ട് പറഞ്ഞാൽ എന്റെ അക്കൗണ്ട്, സാധാരണക്കാരാണ് എന്റെ അക്കൗണ്ട്. ഞാൻ കിട്ടുന്ന പൈസ എന്തെങ്കിലും സേവ് ചെയ്തിരിക്കും അല്ലെ. അത് എനിക്ക് എന്താണ് പെട്ടെന്ന് പോയിട്ട് എപ്പോഴും കുറെ എമൗണ്ട് എടുക്കാൻ പറ്റില്ല, കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യാം, എടുക്കുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. എനിക്ക് എന്ത് കിട്ടും? ഒരു ചെറിയ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. സെറ്റാണ് കൈസി കാണിച്ച് ഓക്കെ ആണെങ്കിൽ അതൊക്കെ അറിയിട്ട് വേണം പറയാം. അപ്പൊ എന്താണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നോർമൽ പീപ്പിളിന്റെ അക്കൗണ്ട് ആണ്. നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർത്ത് വെക്കുക. ഫിക്സഡിനാണെങ്കിലോ ഹൈ റേറ്റ് ഓഫ് എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഷോൺ സാറിന് ഷോൺ സാറിന് ഫാൻസ് ആരൊക്കെ നോക്കട്ടെ? ഇത്രയും എനിക്ക് ഫാൻസ് ഇല്ല. ഷോൺ സാറിന് ഫാൻസ് എന്റെ ഇർഫാനെ ഇവനെക്കൂടി തൂട്ട് സാറേ, ഷോൺ സാറിന്റെ കട്ട ഫാനാണ്. അതിന് മാത്രം ഷോൺ സാർ മുടുക്കല അല്ലെ? യെസ്, ഓക്കെ. എന്തായാലും പഠിച്ചാ മതി. ആരെങ്കിലും ഫാനാണ് സാറേ. ഓക്കെ, അപ്പൊ നോക്കാം. ഷോൺ സാർ നിങ്ങളുടെ മനസ്സിൽ ഷോൺ സാർ പറഞ്ഞിരിക്കല്ലേ അല്ലെ സാറേ? അപ്പൊ ഞാൻ ഷോൺ സാറിന് നിങ്ങളെ പോഷൻ മറക്കൂല. അതുകൊണ്ട് നിങ്ങളുടെ വീക്കസ് ഞാൻ പഠിക്കണത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഷോൺ സാർ നമ്മളെല്ലാരും വീക്കസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പാവം വീക്ക്നെസ് ആയിട്ട് വിങ്ങി പോയി. ഓക്കെ, അപ്പൊ നോക്കാം മക്കളെ. ഫിക്സഡ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട് 5 അതേ പഠിക്കണേ കേടാ. അത് കൃത്യമായിട്ട് നോക്കി പോകാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ലെൻഡിങ് മണി. ലെൻഡിങ് മണി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കിട്ടിയ ഡെപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യും സാറേ? പൈസ കടം ചോദിക്കുമ്പോൾ കടം കൊടുക്കും. അതാണ് എന്ത്? ലെൻഡിങ് മണി എന്ന് പറയുന്നത്. ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കും, ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കും, അല്ലെ ടേം ലോൺ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത ഫംഗ്ഷൻ ആണ് സെക്കൻഡറി ഫംഗ്ഷൻ. സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഏജൻസി ഫംഗ്ഷൻ വരുന്നുണ്ട്, ജനറൽ അതിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഏജൻസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോർഷൻ ആണ്. ഏജൻസി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ഫംഗ്ഷൻ ഉണ്ട്. ഏജൻസി ഫംഗ്ഷനും ജെറിബിലിറ്റി ഫംഗ്ഷൻ. ഏജൻസി എന്ന് പറയുമ്പോൾ ബാങ്ക് കസ്റ്റമർക്ക് പകരമായിട്ട് കുറെ കൊടുക്കുന്ന സർവീസ് ആണ് ഏജൻസി ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെക്ക് ബാങ്ക് ക്യാഷ് ആക്കി തരും. ഈ നമ്മുടെ ഫണ്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഹരിത സാറിന് ഫണ്ട് അയക്കണം, എന്ത് ചെയ്യും? ബാങ്ക് എനിക്ക് പകരം അയച്ചു കൊടുക്കും, റെമിറ്റൻസ് ഓഫ് ഫണ്ട്. ഇനി എനിക്ക് പകരം എന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് അടക്കണം, ടെലിഫോൺ ബില്ല് അടക്കണം, കളക്ട് ചെയ്യണം. ഇതൊക്കെ ബാങ്ക് ചെയ്തോളും. അതിനാണ് പേഴ്സണൽ സർവീസസ് എന്ന് പറയാം. ഇനി ജനറൽ ആയിട്ട് കുറെ ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എന്റെ ഗോൾഡ് ഒക്കെ ബാങ്ക് സൂക്ഷിക്കണം. എന്താണ്? ഓക്കെ, അപ്പൊ ഇതേപോലെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെങ്കിൽ എന്തുണ്ട്? കസ്റ്റോഡിയൽ സർവീസ് ഉണ്ട്. ഇനി ഇഷ്യൂ ഓഫ് ട്രാവലേഴ്സ് ചെക്ക്, അത് പറഞ്ഞ ഷോൺ സാറിന്റെ അമ്മ എല്ലാ ഗോൾഡുകളും പൂട്ടിക്കുന്നത് ആരെ പറ്റിട്ടാ? ഓക്കെ, അടുത്തത് ഇഷ്യൂ ട്രാവലേഴ്സ് ചെക്ക്. ഇനി ഷോൺ സാർ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ കൈ കാശ് കൊടുക്കോ? ഇല്ല, ട്രാവലേഴ്സ് ചെക്ക് ആയിട്ട് മേടിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ ക്യാഷ് കൈ കൊണ്ടുവരുന്നതിന് പകരം ബാങ്കിൽ നിന്നാണ് കുറച്ചും കൂടി സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രാവലേഴ്സ് ചെക്ക് മേടിച്ചിട്ട് നമുക്ക്
കൊണ്ടുപോകാം, എവിടെയൊക്കെ പോകുന്നവിടെ ക്യാഷ് ആക്കാൻ പറ്റും. ഇനി ഇഷ്യൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചു. എക്സ്പോർട്ടർക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി എന്താണ് ഇമ്പോർട്ടർ വ്ലോഗ് എടുക്കണം, ഹോം ടൂർ അവിടെ. ഓക്കെ, അപ്പൊ ഇതേപോലെ എക്സ്പോർട്ടർക്ക് ഇമ്പോർട്ടറിന്റെ ക്രെഡിറ്റ് ഫെസിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എക്സ്പോർട്ടർക്ക് ഇമ്പോർട്ടർക്ക് ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇത് നമ്മളുടെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതൊക്കെ ജനറൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഈ ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ഈ ബാങ്കിങ് അപ്പൊ മക്കളെ ഇത് SC ക്ക് വേണ്ടി പഠിക്കണം കേട്ടോ. പോർഷൻ SC ക്ക് വേണ്ടി ഡയഗ്രം ഒക്കെ വരച്ച് പഠിക്കാം. ഇനി അടുത്തത് ഈ ബാങ്കിങ് അഥവാ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്, അല്ലെ ഇന്റർനെറ്റ് ബാങ്കിങ് എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലെ. നമ്മൾ നെറ്റിലൂടെ എന്താണ് പരിപാടികൾ നടത്തിയിട്ട് ബാങ്കിങ് ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്നത്, അതിനാണ് ഈ ബാങ്കിങ്. ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് ബാങ്കിൽ പോകേണ്ട പകരം എന്ത് ചെയ്താൽ നമ്മുടെ ഫോണിൽ തരുന്നതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ പരിപാടിയും, നേരത്തെ പറഞ്ഞ ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ആണെങ്കിലും ശരി, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം അല്ലെ. അപ്പൊ സർവീസസ് പ്രൊവൈഡ് ബൈ ഈ ബാങ്ക് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യമാണ് EFT അഥവാ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ATM ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പോയിന്റ് ഓഫ് സെയിൽസ് POS. അപ്പൊ ഇതൊക്കെയാണ് ഈ ബാങ്കിന്റെ സർവീസസ് ഓർത്ത് വെക്കുക. ഇനി ഈ ബാങ്കിന്റെ ബെനിഫിറ്റ് അത് ഇമ്പോർട്ടന്റ് പഠിക്കണം കേട്ടോ. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാങ്കിങ് സർവീസ് ചെയ്യാം. എനി ടൈം ബാങ്കിങ് ആണ്, എനിവെയർ ബാങ്കിങ് അല്ലെ, എവിടെ വേണമെങ്കിലും ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. എന്താണ് നമുക്ക് എത്ര പൈസ വന്നു, എത്ര പൈസ പോയി, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അറിയാൻ പറ്റും. അതുപോലെ റിസ്ക് കുറയ്ക്കാം, പൈസ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പൊ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ബ്രാഞ്ചിനാണെങ്കിലോ വർക്ക് ലോഡ് കുറയും. ഇതൊക്കെയാണ് ബെനിഫിറ്റ് വരുന്നത്. ക്ലിയർ മക്കളെ? നമ്മൾ ചാപ്റ്ററിലെ SAയിലേക്ക് വീണ്ടും പോകുകയാണ്. ചാപ്റ്റർ 2 SA ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ SA ആണ് എന്ത്? ഇൻഷുറൻസ് ഓൾറെഡി പറഞ്ഞു. മെത്തേഡ് ഓഫ് ആവറേജിംഗ് റിസ്ക് ആണ്. അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു സാറേ, ഇൻഷുറൻസ്. ആരാ ഇൻഷുറർ? ഇൻഷുറൻസ് കൊടുക്കുന്ന ആള്. ആരാ ഇൻഷുറൻസ്? ഇൻഷുവേർഡ് എടുക്കുന്ന ആള്. ആരാ? എന്താ പോളിസി? ഇൻഷുറൻസിന്റെ ടേംസും കണ്ടീഷൻസും പറയുന്നത് പോളിസിയിലാണ്. എന്താ പ്രീമിയം? അടക്കുന്ന പൈസയാണ് പ്രീമിയം. എന്താ സബ്ജക്ട് മാറ്റർ? ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് സബ്ജക്ട് മാറ്റർ. കിട്ടിയില്ല മക്കളെ? ഇനി പ്രിൻസിപ്പിളിലേക്ക് പോകാം. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇൻഷുററും ഇൻഷുവേർഡും എല്ലാ കാര്യവും ഡിസ്ക്ലോസ് ചെയ്യണം. അടുത്തത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുറൻസ് എടുക്കുന്ന പ്രോപ്പർട്ടിയുമേ ഫിനാൻഷ്യലി താല്പര്യം വേണം. അതായത് എന്റെ പ്രോപ്പർട്ടിയും എടുക്കാമല്ലോ, ഒന്നും എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ഇൻഡിമിനിറ്റി. ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് കിട്ടും? ലോസിന് ഒരു കവറേജ്. ലോസ് മേക്കിംഗ് ലോസ് ടു ഗുഡ് എന്നാ പറയാം അല്ലെ. പക്ഷെ ലൈഫ് ഇൻഷുറൻസിന് മാത്രം നമുക്ക് എന്തില്ല, കവറേജ് കിട്ടത്തില്ല. കാരണം എത്ര പൈസ കിട്ടിയാലും നമുക്ക് അത് നോക്കാൻ പറ്റൂല. ഇനി പ്രോക്സിമേറ്റ് കോസ്. ഇൻഷുറൻസ് ആകുമ്പോ 2-3 കാരണങ്ങൾ ഉണ്ടെങ്കിലും മെയിൻ കോസിനായിരിക്കും ഇൻഷുറൻസ് കിട്ടുക. ഇനി സബോഗേഷൻ. ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് കിട്ടി, ആ പ്രോപ്പർട്ടിയോ ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോകും. ക്ലിയർ ആണല്ലോ? അടുത്തത് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 2-3 ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആക്ച്വൽ എമൗണ്ടിലേക്ക് മാത്രമേ കോമ്പൻസേഷൻ കിട്ടുള്ളൂ. ലാസ്റ്റ് വൺ മിറ്റിഗേഷൻ. നമുക്ക് എങ്ങാനും ഒരു ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ലോസ് മാക്സിമം, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നിൽക്കാൻ പാടില്ല, വെള്ളം കൊണ്ട് ഒഴിക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ മിറ്റിഗേഷൻ പറയുമ്പോൾ മാക്സിമം ലോസിന്റെ എഫക്ട് കുറയ്ക്കാൻ നോക്കാം. ഇതാണ് പ്രിൻസിപ്പിൾസ്. വൃത്തിയായിട്ട് എഴുതാൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ മഹേഷ്, ഞാൻ ക്ലാസ് കഴിയും എന്നിട്ട് ഞാൻ ഡൗട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എഫിഷ്യൻസ് ഓൾറെഡി ഇതിലുണ്ട്, നോട്ട് അയച്ചു തരും, പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ് മക്കളെ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. ജനറലാണ് എന്ത് വരാ? മറൈൻ വരാ, ഫയർ വരാ, അതിർത്തി. ലൈഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കത് ഇത് വെച്ച് പഠിക്കാം അല്ലെ. ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ലൈഫിനാണ് ഇൻഷുറൻസ് എടുക്കുക. ഒന്നില്ലെങ്കിൽ ആൾ തട്ടിപ്പോയാൽ കിട്ടും, അല്ലെങ്കിൽ ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ കിട്ടും. ഇനി ഫയർ ഇൻഷുറൻസ് അങ്ങനെയല്ല, 1 ഇയറിലേക്ക് എടുക്കും, തീ പിടിച്ചാൽ കിട്ടും. ഇനി മറൈനും അങ്ങനെ തന്നെയാണ്, 1 ഇയറിലേക്ക് കിട്ടും. മറൈനിൽ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടും, അല്ലെങ്കിൽ മഞ്ഞ വലയിൽ പോയിടിച്ചാൽ കിട്ടും. അത് മെഡിക്കൽ നിൽക്കാം. ഓക്കെ, സബ്ജക്ട് മാറ്റർ. ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഷിപ്പ്, കാർഗോ, ഫ്ലൈറ്റ് മൂന്നിനും എന്തുള്ളൂ? മറൈൻ ഇൻഷുറൻസ് ഉള്ളൂ മക്കളെ. വ്യക്തമായിട്ട് ഇൻഡിവിനിറ്റി. ഇൻഡിവിനിറ്റി പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ ഇൻഡിവിനിറ്റി ഇല്ല, പക്ഷെ മറ്റൊരു ഇൻഡിവിനിറ്റി ഉണ്ട്. ഇനി മെഷർമെന്റ് പറയുകയാണെങ്കിലോ ലൈഫ് ഇൻഷുറൻസിന് മെഷർ ചെയ്യാൻ പറ്റുമോ? മറ്റതിന് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ലൈഫ് ഇൻഷുറൻസ് റിസ്ക് ഉറപ്പാണ്, എലമെന്റ് ഓഫ് റിസ്ക് അവിടെ സോർട്ട് ചെയ്യും. പക്ഷെ ഒരു ബിസിനസ് തീകത്ത് ഉറപ്പുണ്ടാ? ഇല്ല, അത് അൺസർട്ടൈൻ ആണ്. അതുപോലെ കപ്പലിന് 3 ഉറപ്പുണ്ടാ? അൺസർട്ടൈൻ ആണ്. ഡ്യൂറേഷൻ ലൈഫ് എങ്ങനെയാണ് സാറേ? 5 to 30 വർഷം ഇതങ്ങനെയല്ല. ലൈഫ് ആയാലും മറൈൻ ആയാലും ഫയർ ആയാലും 1 ഇയറിനപ്പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ, കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് നോക്കാം. നെക്സ്റ്റ് എലമെന്റ്. എലമെന്റ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്. തട്ടി പോവുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ, കിട്ടിയില്ലെങ്കിലോ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ അങ്ങനെയല്ല,
എന്തെങ്കിലും ഇവന്റ് ഉണ്ടാകുകയാണെങ്കിൽ കൊട്ടേഷൻ കിട്ടും, ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഡിഫറൻസിൽ 5 പോയിന്റ് വെച്ച് പഠിക്കാം. പിന്നെ നോക്കേണ്ട കാര്യം മറൈൻ ഇൻഷുറൻസിൽ 3 ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്. ഷിപ്പ് ഓർ ഹൾ ഇൻഷുറൻസ്, കാർഗോ, ഫ്രൈറ്റ്. നമ്മൾ ഷിപ്പിൽ എടുക്കുകയാണെങ്കിൽ ഷിപ്പ് ഓർ ഹൾ ഇൻഷുറൻസ്. ഇനി കൊണ്ടുപോകുന്ന ഗുഡ്സിൽ എടുക്കുകയാണെങ്കിലോ കാർഗോ ഇൻഷുറൻസ്. നമ്മൾ കൊണ്ടുവരുന്ന ഗുഡ്സ് എങ്ങനെ നശിച്ചു പോയി നമുക്ക് എന്ത് കിട്ടില്ല? ഫ്രൈറ്റ് കിട്ടില്ല. അപ്പൊ ഫ്രൈറ്റ് ഇൻഷുറൻസ് ആണ് എന്ത്? ഫ്രൈറ്റ് ഇൻഷുറൻസ്. അതൊക്കെ കോഴിക്കോട് ഇൻഷുറൻസ്. പേരല്ല മക്കളെ? ഓക്കെ ആണല്ലോ? ഇനി ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസിലേക്ക് വരാം. വ്യക്തമായിട്ട് പഠിക്കാം. നമുക്ക് എന്താണ് ഹോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമ്മള് ജീവിതകാലം പൊളിച്ച് കിടക്കും, നമ്മൾ മരിക്കുമ്പോ നമ്മളുടെ പൈസ കിട്ടും. ഇനി എൻഡോമെന്റ് എന്ന് പറയുമ്പോ ഒന്നില്ലെങ്കിൽ ഞാൻ മരിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ പീരീഡ് കാലാവധി കഴിയുമ്പോ കിട്ടും. ഇനി ജോയിൻ ലൈഫ് എന്ന് പറയുമ്പോ അങ്ങനെയല്ല. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടി എടുക്കുകയാണെങ്കിൽ ഞാൻ മരിച്ച ഹസ്ബൻഡിന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ആന്യൂറ്റി. ആന്യൂറ്റി പറയുമ്പോൾ നമ്മള് ഒരു 40 വയസ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു വർക്കേഴ്സ് ആയിട്ട് എടുക്കും. ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നമുക്കൊരു പെൻഷൻ പോലെ ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കുട്ടിക്ക് ഇൻഷുറൻസ് എടുത്തേക്കാണ്. കുട്ടിയുടെ മാരേജിനോ അല്ലെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷനോ ആ സമയത്ത് ഫണ്ട് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത് എന്തായാലും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതർ ഇൻഷുറൻസ് ഉണ്ട്. അതർ ഇൻഷുറൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തട്ടിയാലും ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി എംപ്ലോയീസ് ലയബിലിറ്റി. അതായത് എംപ്ലോയ്മെന്റ് സമയത്ത് എംപ്ലോയിക്ക് എന്തെങ്കിലും അസുഖം ആക്സിഡന്റ് ആയി സംഭവിക്കും, എംപ്ലോയിക്ക് ലയബിലിറ്റി ഉണ്ടാകും അല്ലെ? അപ്പൊ അത് കവർ ഇൻഷുറൻസ് ആണ്. ഇനി ഫിഡിലിറ്റി അല്ലെ? എംപ്ലോയി മോശമാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഫിഡിലിറ്റി. കാരണം എംപ്ലോയി അങ്ങനെ പറ്റിച്ചു, നമുക്ക് നഷ്ടം ഉണ്ടാകും അല്ലെ? അപ്പൊ നമ്മൾ എന്തെടുക്കണം? ഫിഡിലിറ്റി എടുക്കണം. നെക്സ്റ്റ് അടുത്താണ് ബർഗ്ലറി. അതായത് നമ്മൾ റോബറി, തെഫ്റ്റ് കവർ ഇൻഷുറൻസ് ആണ് ബർഗ്ലറി. ഓൾറെഡി അറിയാം. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഓൾറെഡി അറിയാം, എടുത്തതാണ്. പിന്നെ കാറ്റിലും ക്രോപ്പും എന്താണ്? കാറ്റിലാണെങ്കിൽ കാറ്റിലും എടുക്കാം. അത് സ്പോർട്സ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന അമേച്ചർ സ്പോർട്സ്മാനൊക്കെ എന്താണ് ഇത് എടുക്കാൻ പറ്റും, സ്പോർട്സ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. നമ്മളെല്ലാം പഠിച്ചില്ലെങ്കിലും മെയിൻ ആയിട്ട് ബർഗ്ലറി, ഫിഡിലിറ്റി, അതുപോലെ കാറ്റില്, ക്രോപ്സ്, സ്പോർട്സ് ഇതൊക്കെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി ഡബിൾ ഇൻഷുറൻസ് ഉണ്ട്, റീ ഇൻഷുറൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഒരു പ്രോപ്പർട്ടി 2 പ്രാവശ്യം ഇൻഷുറൻസ് എടുക്കാം, അതാണ് ഡബിൾ ഇൻഷുറൻസ്. ഇനി ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പ്രോപ്പർട്ടി ഹരിദാസ് സാറിന് ഇൻഷുറൻസ് കൊടുത്തു. ഹരിദാസ് സാർ ഈ പ്രോപ്പർട്ടി എന്റെ അറിവോട് കൂടി വേറൊരു കമ്പനിക്ക് ഇൻഷുറൻസ് കൊടുത്തു. സോ ഇൻഷുറർ 2 പ്രാവശ്യം എടുക്കുകയാണെങ്കിലോ അത് റീ ഇൻഷുറൻസ് ആണ്. സിസ്റ്റമായിട്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്ത് വരുന്ന ടെലികോം സർവീസ് ആണ്. ടെലികോം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഫർമേഷൻ കുറച്ചുകൂടി സ്പീഡിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സർവീസ് ആണ് ടെലികോം. ടെലികോമിലെ ടൈപ്സ് ഓഫ് ടെലികോം സർവീസ് പഠിച്ചു വെക്കാം. പിക്സൽ ലൈൻ ഉണ്ട്, കേബിൾ ഉണ്ട്. വിസാറ്റ് പഠിക്കേണ്ട. ഇത് 2 സാറ്റലൈറ്റ് ബേസ്ഡ് സർവീസ് ആണ്. വിസാറ്റ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ കുറച്ചുകൂടി സ്പീഡി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. DTH എന്ന് പറയുമ്പോൾ നമുക്ക് ചാനൽ പോലെ കേബിൾ സർവീസ് പോലെയാണ്, പക്ഷെ ഇത് സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്ലേസ്മെന്റും മെറ്റീരിയൽസ് ഒക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റും, ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഹൗസിംഗ് ഓൾറെഡി നിങ്ങൾ എന്താണെന്ന് പഠിച്ചാൽ വെയർ ഹൗസിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ബോണ്ടഡ് മാത്രം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി അടക്കുന്നത് വരെ ഗുഡ്സ് സൂക്ഷിക്കുന്നതാണ് ബോണ്ടഡ് വെയർ ഹൗസ്. ചോദിച്ചില്ല മക്കളെ? ചോദിച്ചു എക്സാമിന് അല്ലെ? റിലേറ്റഡ് ആണെങ്കിലും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഭാഗത്തുനിന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഇൻഷുറൻസ്, പിന്നെ ബാങ്കിന്റെ ഫംഗ്ഷൻ, ബാങ്കിന്റെ ടൈപ്സുകള്, ഗുഡ്സ് സർവീസും ഡിഫറൻസുകള്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ് പഠിക്കുക. അതുപോലെ ലൈഫ് ഇൻഷുറൻസിന്റെ വരുന്ന കാറ്റഗറിയും പഠിക്കുക. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെറ്റാണ് കൈ വിശിക്കാൻ. ഇനി 5ാമത്തെ ചെറിയ ചാപ്റ്റർ കൂടി നമ്മൾ ഇപ്പൊ പറഞ്ഞു അവസാനിപ്പിക്കും. ഓക്കെ, എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. അത് കഴിഞ്ഞാൽ അപ്പൊ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു ഇ ബിസിനസ് ഉണ്ട്, ഇ കൊമേഴ്സ് ഉണ്ട്. ഇ ബിസിനസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി ആണെങ്കിൽ ഇ ബിസിനസ്. ഗുഡ്സ് വിൽക്കുകയും വാങ്ങി ചെയ്യുന്നത് ഇ കൊമേഴ്സ് ഇത് കൂടി ആണെങ്കിലോ അത് ഇ കൊമേഴ്സ്. അപ്പൊ ഇ ബിസിനസ് ആണ് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി സ്കോപ്പ് ഓഫ് ഇ ബിസിനസ് ഉണ്ട് B2B, അതായത് 2 ബിസിനസിന്റെ ട്രാൻസാക്ഷൻ ഇലക്ട്രോണിക്കലി ആണെങ്കിൽ, ബിസിനസ്സും ആണെങ്കിൽ B2C എന്ന് പറയുമ്പോൾ ബിസിനസ്സും കസ്റ്റമറും നമ്മുടെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ B2C. എക്സാമ്പിൾ ഓർത്ത് വെക്കാൻ നമ്മൾ പോയിട്ട് പൈസ വിഡ്രോ ചെയ്യാം. ഇനി B2E ബിസിനസ്സും എംപ്ലോയി ഫോർ എക്സാമ്പിൾ എംപ്ലോയിക്ക് എന്ത് കൊടുക്കുക? സാലറി ക്രെഡിറ്റ് ചെയ്യുക അക്കൗണ്ടിൽ അല്ലെ? അപ്പൊ ഇതേപോലെ ബിസിനസ്സും എംപ്ലോയി ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് എന്താണ്? അത് B2E ആണ്. അടുത്ത B2G. B2G എന്ന് പറയുമ്പോൾ ബിസിനസ്സും ഗവൺമെന്റ് നമ്മൾ ടാക്സ് ഒക്കെ അടയ്ക്കാം അല്ലെ?
ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്യാം. ബിസിനസ് ഗവൺമെന്റ് ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് അത് B2G ആണ്. ഇനി കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ, അതായത് കസ്റ്റമർ ഫോർ എക്സാമ്പിൾ OLX-ലൊക്കെ അല്ലെ പ്രൊഡക്റ്റ് ഇട്ട് വിൽക്കും. C2C ആണ്. ഇനി ഇൻട്രാബി എന്ന് പറയുമ്പോൾ ഓരോ ഫേമിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രാബി. മക്കളെ ഇത് അങ്ങനെ ചോദിക്കൂല, എക്സാമിൽ ചോദിക്കും, പറയാം കേട്ടോ. ഓക്കെ, ഇനി ഡിഫറൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ട്രഡീഷണലിന്റെ ബിസിനസ് ഡിഫറൻസ് മക്കളെ, ട്രഡീഷണലിൽ എല്ലാ കോസ്റ്റും കുറവായിരിക്കും, എല്ലാ കോസ്റ്റും കൂടുതലായിരിക്കും. ഈ ബിസിനസ് എല്ലാ കോസ്റ്റും കുറവായിരിക്കും. ട്രഡീഷണൽ ഈസി ഫോർമേഷൻ ആണോ സാറേ? അല്ല, കോസ്റ്റ് ആണെങ്കിലോ കുറവാണ്. അടുത്തത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെയായിരിക്കും? ഒരുപാട് കാരണം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വേണം. കുറവാണ്. ഇനി ഇതാണെങ്കിലോ പേഴ്സണൽ ടച്ച് ആണെങ്കിലോ? പേഴ്സണൽ ടച്ച് ഇവിടെ കൂടുതലല്ലേ, ഡയറക്റ്റ് ആൾക്കാരൊന്നും സാധനം വാങ്ങിക്കാം. ഇവിടെ അങ്ങനെയല്ല, പേഴ്സണൽ ടച്ച് ഇല്ല. ഇവിടെ ടൈം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഇതെങ്ങനെയായിരിക്കും ഗ്ലോബലി മാർക്കറ്റിലേക്ക് എത്തിച്ച് ചെയ്യുന്നത് വളരെ കുറവായിട്ടുള്ള പരിപാടി. ഇനി എംപ്ലോയീസ് പറയുമ്പോൾ സെമി സ്കിൽഡ് ആയിരിക്കും അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ അങ്ങനെ ടെക്നിക്കലി നമ്മുടെ ഷോൺ സാറിനെ പോലെ കഴിവുള്ള എംപ്ലോയി വേണം. അടുത്തത് ട്രാൻസാക്ഷൻ റിസ്ക് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും, കാരണം ഡയറക്റ്റ് ആണ് പൈസ വാങ്ങലും കൊടുക്കലും ഒക്കെ. ഇവിടെ അതല്ല, ഇന്റർനെറ്റ് ത്രൂ ബാങ്കിങ് ഒക്കെയാണ് വരുന്നത്, പൈസ പറ്റിക്കാം. സപ്ലയർ കസ്റ്റമർ ഇൻഡയറക്റ്റ് കോൺടാക്ട് ആയിരിക്കും. ഇവിടെ അങ്ങനെ സപ്ലയർ ഡയറക്റ്റ് കോൺടാക്ട് ആയിരിക്കും. ഓൺലൈൻ ട്രാൻസാക്ഷൻ നോക്കാം. ഓൺലൈൻ ട്രാൻസാക്ഷനിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. പ്രീ പർച്ചേസ്, പ്രീ സെയിൽ, പർച്ചേസ് ചെയ്യുക, പിന്നെ സെയിൽ ചെയ്യുക, ഡെലിവറീസ്. ജസ്റ്റ് സ്റ്റേജ് മാത്രം നോക്കിയാൽ മതി. ഈ കസ്റ്റമർ സ്റ്റാൻഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവില് ഓൺലൈൻ ട്രേഡിങ്ങിന്റെ പ്രോസസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക, ഐറ്റം ബുക്ക് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാം അല്ലെ. ഇനി ഈ പറഞ്ഞ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് വരും. ഫസ്റ്റ് റിസ്ക് ആണ് ട്രാൻസാക്ഷൻ റിസ്ക്, അതായത് ഓർഡർ എടുക്കുമ്പോൾ റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്, ഡെലിവറി ചെയ്യുമ്പോൾ റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്, പേയ്മെന്റ് റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ട്രാൻസാക്ഷൻ റിസ്ക് ആണ് ഈ 3 റിസ്ക്. ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ റിസ്ക് ഇത്രല്ലേ. ഇതിന്റെ അടുത്താണ് ഡാറ്റ എഫക്റ്റിന്റെ റിസ്കുകൾ ഉണ്ട്. ഒന്ന് വൈറസ്, ഒന്ന് ഹാക്കിംഗ്. എന്താ വൈറസ്? നമ്മുടെ ഡാറ്റ നശിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് വൈറസ് എന്ന് പറയുക. എന്താ ഹാക്കിംഗ്? നമ്മുടെ ഡാറ്റ ആണെങ്കിലും ചോർത്തയാണെങ്കിൽ അവർ വഴിയാണ് ഹാക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിപ്റ്റോഗ്രാഫി ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഹാക്കിംഗ് ഒഴിവാക്കാൻ പറ്റും. ഓൾറെഡി പറഞ്ഞു, ക്രിപ്റ്റോഗ്രാഫി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാക്കിംഗ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ശരിയാണ്. നെക്സ്റ്റ് അടുത്തത് പേയ്മെന്റ് ഓപ്ഷൻസ്. എന്തായാലും പഠിക്കണം കേട്ടോ. ഇ കൊമേഴ്സിന് കുറച്ച് പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം, 2 ചെക്ക് വഴി പൈസ കൊടുക്കാം, 3 നെറ്റ് ബാങ്കിങ് സർവീസസ് വഴി കൊടുക്കാം. അടുത്തത് പ്ലാസ്റ്റിക് മണി ആയ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം. സൈബർ സ്പേസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ക്യാഷ് പേയ്മെന്റ് ചെയ്യാം. അടുത്തതാണ് ബെനിഫിറ്റ് ഓഫ് ഇ ബിസിനസ്. ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് ഫോം ചെയ്യാം, അതിന് ഫോർമാലിറ്റി സ്പീഡ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വലിയ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് റീച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ എന്തായാലും പേപ്പർലെസ് സൊസൈറ്റിയാണ്. ബില്ലൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ഫോണിലെ കാര്യങ്ങളൊക്കെ പേപ്പർലെസ് ആയി. ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ ലിമിറ്റേഷൻ ആണെങ്കിൽ ടച്ച് കുറവായിരിക്കും, നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ കമ്പനീസിനെ വേണം. റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. പരിചയമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യില്ല, പ്രായമുള്ള ജിപേ ഉപയോഗിക്കുക കുറവല്ലേ. പിന്നെ എത്തിക്കൽ പറ്റിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അടുത്തതാണ് റിസോഴ്സസ് റിക്വയർ ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇ ബിസിനസ്. ഒന്നാമതായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഡിക്കേറ്റ് ആയ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് വേണം, നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് എംപ്ലോയീസ് വേണം, പേയ്മെന്റ് ഒക്കെ റിസീവ് ചെയ്യാൻ കറക്റ്റ് ഒരു ഓപ്ഷൻ വേണം. ഇനി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെരിഫൈഡ് ആയ വെബ്സൈറ്റ് വേണം. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എഫക്റ്റീവ് ആയിരിക്കും, അധികം എന്താണ് ട്രാഫിക് ഒന്നും ഉണ്ടാകാൻ പാടില്ല അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ടെലികോം ഫെസിലിറ്റി ഉപയോഗിക്കണം. അപ്പൊ ഇതൊക്കെയാണ് എന്ത് അത് റിസോഴ്സസ് വരാം. നോക്കിയ മക്കളെ, ഈ 5ാമത്തെ ചാപ്റ്ററിലെ ശ്രദ്ധിക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് ഇ ബിസിനസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇ ബിസിനസിന്റെ ബെനിഫിറ്റ്, ലിമിറ്റേഷൻ, അതുപോലെ റിസോഴ്സസ്. ഇത് 4 വെച്ച് എന്തായാലും പഠിക്കാം. അതുപോലൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ പഠിക്കാനുള്ളത് ഈ ബിസിനസിന്റെ പേയ്മെന്റ് ഓപ്ഷൻസ് നന്നായിട്ട് പഠിക്കുക. ദെൻ സ്കോപ്പ് നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുക. ഇത്രയും ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച് ഓക്കെ ആണെങ്കിൽ അപ്പൊ നമ്മളുടെ 12 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എസ് എ പ്രൊഡിഷൻ ഉണ്ടാവും. എസ് എക്ക് ചാൻസ് ഉള്ള പോർഷൻസ് ആദ്യം സാർ പറഞ്ഞു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, എസ് എ പ്രൊഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ഇടുന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസ്, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതിന്റെ ക്ലോസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ട്രേഡിലെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, അതുപോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ചെയിൻ സ്റ്റോർ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറോ ഏതാണ് സൂപ്പർ മാർക്കറ്റ് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എസ് എക്ക് ചാൻസ് ഉള്ള പോർഷൻസ്. അതുപോലെ
ഹോൾസെയിലറുടെ ഫംഗ്ഷൻസ് അതിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോർഷൻസ് നിങ്ങൾ SI ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ 7th ചാപ്റ്റർ പിന്നെ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് അടിച്ചു പിടിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലാസ്സിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പോകാം. എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുക. ആരും കുത്തി പിടിച്ചിരിക്കരുത്. അത്യാവശ്യത്തിന് ഉറങ്ങിയിട്ട് നാളെ എപ്പോഴെങ്കിലും എക്സാമിന് ഉച്ചയ്ക്ക് രാവിലെ എക്സാം ഉച്ചയ്ക്കാണോ? അപ്പൊ നമുക്ക് സമയം അപ്പൊ കുഴപ്പമില്ല. ഉറപ്പൊഴിക്കണ്ടോ നോക്കണേ. ഉറപ്പൊഴിച്ച് നമുക്ക് ആ ഒരു തൂങ്ങി ഇരിക്കുന്ന അവസ്ഥ വരും. നോമ്പൊക്കെയാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ അങ്ങനെ വേണ്ട. ഉറപ്പൊഴിക്കണം. നിങ്ങൾ ഉറങ്ങിക്കോ. നിങ്ങൾ ഇനിയിപ്പോ ചെന്നിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ വായിച്ചു നോക്കിയിട്ട് ഫുഡ് കഴിച്ച് കൃത്യമായി 10 മണിയാകുമ്പത്തിന് കിടക്കാം. ആ രാവിലെ എഴുന്നേക്കാം. ക്ലാസ് രാവിലെ കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് നാളത്തേക്ക് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള സമയം പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുക. നന്നായിട്ട് വായിക്കുക. എക്സാം നന്നായിട്ട് എഴുതാം. എന്തായാലും എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു പോകാം. എഴുതാം. ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക. കിട്ടിയില്ലെങ്കിൽ പേപ്പറിലുണ്ടല്ലോ അങ്ങനെ നോക്കിയാ പോരെ. വേറെ അങ്ങനെ ചെയ്യത്തില്ല. അതുപോലെ 1 വേർഡ് ഒക്കെ അവരോട് നോക്കിയിട്ട് കിട്ടുന്ന പിന്നെ കാക്ക ചിറ്റിപ്പരത്തിയ പോലെ എഴുതാണ്ട് നല്ല വൃത്തിയായിട്ട് എഴുതാം. അതേപോലെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കിട്ടിയില്ലേ, നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കിട്ടിയില്ലേ, അതിൽ എസ്സേയുടെ മോഡൽ നിങ്ങൾ കണ്ടു കൈവശിക്കാൻ അതിൽ 2 എസ്സേയുടെ മോഡൽ ഉണ്ട്. എസ് എഴുതുമ്പോൾ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഹെഡിങ്, കണ്ടന്റ്, ലാസ്റ്റ് എന്താ ചോദിച്ചേക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഒന്ന് പോകാം. സെറ്റാണ് കൈവശിക്കാൻ ആ 3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്താൽ മതി. ആ 1 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻ എടുക്കുക, വായിക്കുക, പോർഷൻ റിവൈസ് ചെയ്യുക. അത്ര ചെയ്താൽ മതി. നിങ്ങളെ കൈവശിക്കാൻ അത് മാത്രം ചെയ്താൽ മതി. വേറെ പോർഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഉണ്ട്. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.